പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ പിതാവേ, ഇന്നലെ കണ്ടതിനേക്കാൾ വലുതെന്ന് പകൽക്കാലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിതാവേ. അപ്പോൾ ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കായി ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയതൊന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജനത്തെ വേഗത്തിൽ കൂട്ടി വരുത്തണം. ഇവിടെ ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്ന് പുതിയത് പ്രാപിപ്പാൻ ഇവരെയൊക്കെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന അഭിഷേകത്തിനെ അങ്ങ് തക്ക സമയത്ത് കൂട്ടി വരുത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിനെ ബലപ്പെടുത്തണമേ, ശക്തമായി അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അദ്ദേഹത്തിൻ്റെ മേൽ പകർന്ന ആത്മപകർച്ചയെ ഞങ്ങൾ സ്വീകരിക്കുക റെഡിയായിരിക്കുന്നു പിതാവേ. അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. വർഷിപ്പ് ടീമിന് ഞങ്ങളുടെ കാര്യങ്ങൾ തരുന്നു പിതാവേ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവിൽ വർഷിപ്പ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ സാന്നിധ്യം ചലിക്കും. ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവ് ഇത്രത്തോളം നമ്മെ വഴി നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കുള്ളവരൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രതികൂലങ്ങൾ വരുമ്പോഴും ദാരിദ്ര്യങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ദുരിതങ്ങൾ വരുമ്പോഴും നമ്മെ സുഖഭദ്രമായി നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അമ്മ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ചില ഗാനങ്ങൾ കൂടി ദൈവസന്നിധിയിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കൂടെ ചേർന്ന് പാടുക. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുന്നത് എന്താണ്? ഒരാൾ 1000 പേരെയും 2 പേർ 10,000 പേരെയും കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പാടുന്നതിനേക്കാൾ നിങ്ങൾ എല്ലാവരും കൂടെ പാടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് ഒരു ഗാനം കൂടെ ദൈവസന്നിധിയിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. Thank you Lord. Hallelujah. We thank you Jesus. We thank you Father. Hallelujah. പരിശുദ്ധൻ, പരിശുദ്ധനെ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനെ വണങ്ങുന്നു തിരുസന്നിധി എന്ന ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ശബ്ദമുയർത്തി മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ഗാനം കൂടി ദൈവസന്നിധിയിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധൻ, പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ, പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധി. ചേർന്ന് പാടാമോ? ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരു നാമമഹിമ. നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ.
ദർശിക്കാം. ചേർന്ന് പാടാം. എൻ കർത്താവിൻ മഹത്വം വർണ്ണിക്കാം. എൻ കർത്താവിൻ തേജസ് ദർശിക്കാം. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമ മഹിമ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. കർത്താവിൻ സ്നേഹത്തെ ആരാധിടാം. എൻ കർത്താവിൻ കൃപകൾ കളന്നിടാം. എൻ കർത്താവിൻ സ്നേഹത്തെ ആരാധിടാം. എൻ കർത്താവിൻ കൃപകൾ കളന്നിടാം. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമ മഹിമ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തില്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിനേ, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസവിധേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമ മഹിമ, നീ മാത്രം യേശുവേ. യേശു അങ്ങ് മാത്രം, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Oh, thank you, Lord. Thank you, Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah.
തന്നെ നിങ്ങളെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദാവീദ് കാട്ടിലായിരുന്നപ്പോൾ തൻ്റെ ഏകാന്തരതയിൽ ഇറങ്ങി വന്ന ഒരു സ്വർഗമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ താങ്ങുകളും നീങ്ങിപ്പോകുമ്പോൾ, ലോകക്കാർ നിങ്ങളെ കൈവെടിയുമ്പോൾ, സ്വന്തം സഹോദരൻ നിങ്ങളെ മറക്കുമ്പോൾ, യോസേഫിൻ്റെ ദൈവം നിങ്ങളെ കൂടെ ഇരുന്ന് നിങ്ങളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ വിശ്വസ്തനാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീച്ചൂളയിൽ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കാത്തത് മൂലം വലിച്ചെറിഞ്ഞപ്പോൾ ആ തീച്ചൂളയ്ക്കുള്ളിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. 3 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് 4മതൊരാളായി ഇറങ്ങി വരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കർത്താവെന്ന് വലിയ പ്രതീക്ഷയോടെ കർത്താവ് ചിലപ്പോൾ വാഗ്ദത്തം പറഞ്ഞത്, അബ്രഹാമിനോട് കർത്താവ് വാഗ്ദത്തം പറഞ്ഞത് അടുത്ത ആണ്ടിൽ. എന്നാൽ യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ ഇതിനെ നോക്കി പ്രവചിക്കാൻ. നിങ്ങളോട് ഞാൻ പറയുന്നു, നിന്റെ സാഹചര്യത്തെ നോക്കി, നിന്റെ ശൂന്യതകളെ നോക്കി നീ ഇപ്പോൾ പ്രവചിക്കുക. നീ പ്രവചിച്ച് കണ്ണു തുറക്കുമ്പോൾ തന്നെ സ്വർഗം ഒരു കാറ്റടുപ്പിച്ച് ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി. ആരോടൊക്കെയുള്ള ദൂതാണ്? നിങ്ങളുടെ ലൈഫിൽ ഉണങ്ങിയിരിക്കുന്ന ചിലതിനെ നോക്കി ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രവചിക്കാൻ തയ്യാറായാൽ, അസ്ഥി അസ്ഥിയോടും മാംസം മാംസത്തോടും വന്ന് ചേർന്നത് പോലെ ഉണങ്ങിയ നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിഞ്ഞാൽ, ചിലത് പച്ചപ്പായി ഉയർന്നു വരുന്നത് പോലെയുള്ള ഒരു അനുഭവം ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ റിലീസാകട്ടെ. ഒരു നിമിഷം ദിവസം എഴുന്നേറ്റുന്ന എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നാണ്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹമെന്ന് അതല്ല. നിന്റെ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലെങ്കിലും നിന്റെ മനസ്സ് മാത്രം അവന് വിട്ടുകൊടുത്താൽ മതി. നിന്റെ മനസ്സും നിന്റെ സമയവും നിന്റെ ആരോഗ്യം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ കർത്താവ് നിങ്ങളെ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തും. പ്രഭുക്കന്മാരുടെ ഇടയിൽ നിങ്ങളെ വസിക്കുമാറാക്കും. അവൻ ആറ്റിനകത്ത് നട്ടതും തക്കകാലത്ത് ഫലം കാക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ കർത്താവ് നിങ്ങളെല്ലാവരും ആക്കും. ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആരോഗ്യവും കർത്താവിനായി വിട്ടുകൊടുക്കണം.
ഒരു ഗാനം കൂടെ പാടി കർത്താവിന് ആരാധന കൊടുക്കാം. കർത്താവ് നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യാഗമായി തീർന്നവനെ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യാഗമായി തീർന്നവനെ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനെ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ
നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് കർത്താവിന് ഇന്ന് പകൽക്കാലം ഒരു ആരാധന കൊടുത്താട്ടെ. നിനക്കു തുല്യനായ ഭൂമിയിലും നിനക്കു തുല്യനായ നീ ആരാധിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം സകലതും മാറണം. നീ ആരാധിക്കുമ്പോൾ തകരാത്തത് തകരണം. നീ ആരാധിക്കുമ്പോൾ വിട്ടുമാറാത്തത് വിട്ടുമാറണം. നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ.
shudara rimanala zara zara riyandoro loroko shudara zara ragade ragada ragadam rimana rimana shamdara shudabala ragadaga ragadara vaidam charam ragadam rasacharala shuda zara zara viramala vaidam charam ragadam ragadam shamdara shudabala ragadaga ragadara vaidam charam riyandoro loboro shamdara shudabala ragadaga ragadara vaidam charam ragadam 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 riyandoro loboro sheteriam teria rimana riyandoro loboro. ആ കരങ്ങളൊക്കെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു പിതാവേ. നിങ്ങളുടെ സന്നിധി ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ അങ്ങ് വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി ഞങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളെന്നും പകൽക്കാലം അങ്ങ് ഓർമ്മിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അസാധാരണമായ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അങ്ങ് പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ചില മറഞ്ഞിരിക്കുന്നതായ ചിലതിന്ന് പകൽക്കാലം പുറത്തു വരുന്ന കൃപയ്ക്കായി സ്തോത്രം. മറച്ചു വച്ചിരിക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം വെളിയിൽ വരുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കൃപയ്ക്ക് നന്ദി പറയും. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അക്കരങ്ങൾ അഴിച്ച് കർത്താവിന് മൊത്തം കൊടുത്താട്ട് ശാന്തമായി സ്വസ്ഥാനങ്ങൾ ഇരുന്നാട്ട്. കഴിഞ്ഞ 11 വർഷമായി വലത്താന്നി ദേശത്തിനകത്ത് ഹെവൻലി റെവല്യൂഷൻ ചർച്ച് എന്ന പേരിൽ കർത്താവ് ഒരു ശുശ്രൂഷ നൽകുകയും ആ ശുശ്രൂഷയുടെ ഫലമായി എല്ലാ വർഷവും നടത്തിവരുന്ന ഫാസ്റ്റിംഗ് പ്രയറിലാണ് നമ്മളായിരിക്കുന്നത്. ദൂരത്തു നിന്നും ചാരത്തു നിന്നും ഈ സഭയിലുള്ളതും അല്ലാത്തതുമായ കടന്നു വന്ന എല്ലാ വ്യക്തികളെയും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് വൈകുന്നേര സെക്ഷനിലും ദേവദാസൻ നമ്മുടെ മധ്യത്തിൽ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയാൽ എല്ലാവരും കടന്നു വരിക. മറ്റാരെങ്കിലും ക്ഷണിക്കാനുണ്ടെങ്കിൽ അവരെയും ക്ഷണിച്ചു തന്നെ കൊണ്ടുവരിക. കൃത്യം വൈകുന്നേരം 6 മണിക്ക് തന്നെ ആരാധന ആരംഭിക്കും. ആയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരസ്യം പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഒരു 4 ദിവസത്തെ കോൺഫറൻസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഓണം അവധിക്കായിരിക്കാം 4 ദിവസം. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പാസ്റ്റർ ബിജു വലത്താന്നി എന്ന ഫേസ്ബുക്ക് പേജും മറ്റുള്ള ഫേസ്ബുക്ക് പേജും അതുപോലെ വീഡിയോ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. പ്രത്യേകം ഇന്ന് നമുക്ക് സ്വാഗതം പറയാനുള്ളത് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഹെവൻലി റെവല്യൂഷൻ ചർച്ചിനകത്ത് ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് കടന്നു വന്ന പ്രൈസ് കർത്ത പാസ്റ്ററിനാണ്. കഴിഞ്ഞ 11 വർഷത്തിൻ്റെ ഇടയിൽ പലതവണ അദ്ദേഹത്തെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ പലപ്പോഴും നമ്പറൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ വിളിക്കാൻ കഴിയാതെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥനിച്ച് അദ്ദേഹത്തെ വിളിച്ച സമയത്ത് തന്നെ കൃത്യമായി കടന്നു വരാമെന്ന് പറയുകയും രാവിലെയും വൈകുന്നേരം ശുശ്രൂഷിക്കുകയും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് പകൽക്കാലവും അദ്ദേഹം വന്ന യാത്രകളിലൊക്കെ കുറേ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നെങ്കിലും കർത്താവ് കൃത്യസമയത്ത് ഇതിനകത്ത് എത്തിച്ചു. ഈ സമയത്ത് എൻ്റെ പേരിലും ഹെവൻലി റെവല്യൂഷൻ ചർച്ചിൻ്റെ പേരിലുമുള്ള സ്വാഗതത്തെ ദേവദാസൻ അറിയിക്കുന്നു. പ്രത്യേകം നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ കരമടിച്ച് സ്തുതിക്കുന്ന സമയത്ത് തന്നെ ദേവദാസൻ മുന്നോട്ട് വന്ന് തുടർന്നുള്ള സമയം നമ്മളോട് ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ പാദത്തിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തൊന്ന് സമർപ്പിക്കാമോ? മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് നമ്മെ സ്പർശിക്കത്തക്കവണ്ണം ഇന്ന് നമ്മെ തൊടേണ്ടതിനായി ഒന്ന് പ്രാർത്ഥിച്ചാകട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചേഴും എല്ലാ മുട്ടും മടങ്ങും,
എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ചേർന്നൊരിക്കൽ കൂടെ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കർത്തൻ നീ കർത്തൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ കർത്തൻ നീ, കർത്തൻ നീ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. പിതാവേ, നിങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. മഹാദൈവത്തിന്റെ തിരുകൃപയാ ഇന്ന് പകലും ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങയുടെ നിറവിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ തിരുമുമ്പിലാണ് വണങ്ങുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെയോ തെറ്റുകളെയോ പാപങ്ങളെയോ കണക്കിടാം അങ്ങയുടെ ആഴമായ സ്നേഹത്താൽ ഞങ്ങളെ കർത്താവ് നിർത്തി. ഞങ്ങളുടെ വിശുദ്ധിയിൽ കർത്താവ് ഞങ്ങളെ ആക്കി. ഇന്ന് ഈ ജനത്തിനോട് അങ്ങ് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവരും ദിവസം ക്രിസ്തുവിലെല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാവിലെ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളോട് ഒന്നിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കിയ അവസരത്തിനായി ആമേൻ ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങൾക്ക് വന്ദനമറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനയിൽ എന്നെ ക്ഷണിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇച്ചിരി ക്ലേശകരമായ യാത്രയായിരുന്നു. അത് ഇച്ചിരി ഡിലേ ആയ. ഞാനൊരു 11:15 എത്തുമെന്നാണ് വിചാരിച്ചേ. അപ്പോൾ ഒരു 11:15 എത്തണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 7 മണിക്ക് ഇറങ്ങണം. എങ്കിലേ 11:15 എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 8:45 ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഓടി ഇവിടെ വന്നു. കോളത്തുനിന്ന് എനിക്ക് വന്ന ഒരു 10 മിനിറ്റ് എടുത്തില്ല ഇവിടെ വരെ വരാൻ വേണ്ടി. അല്പമല്ലാത്ത നിലകളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവത്തിൻ്റെ വിടുതൽ കർത്താവ് നമുക്ക് വേണ്ടി അയക്കും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ഇട നൽകുന്നത്. ഇതിനടുക്കലുള്ള പല ചർച്ചകളിലും വന്ന കർത്താവിനെ പ്രസംഗിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവ് ഇന്ന് രാവിലെ നമ്മോട് നന്നായി സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനല്ല നമ്മെ ജയിപ്പിക്കുന്നത്, സർവശക്തനായ കർത്താവാണ് ജയിപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ നാം ആമേൻ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയാ. ഇന്ന് രാവിലെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എഴുന്നേറ്റ് വന്ന ചില പരാജയങ്ങളെ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ കർത്താവ് എടുത്തു കളയാൻ പോകുകയാണ്. പരാജയങ്ങൾ എടുത്തു കളയാൻ പോവുക. നിങ്ങളുടെ ഭാവിയെ തടഞ്ഞത്, നന്മകളെ തടഞ്ഞത്, അനുഗ്രഹങ്ങളെ തടഞ്ഞത്, ജീവിതത്തിൽ ഒത്തിരി ആമേൻ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു അഭിഷേകം. സ്തോത്രം.
വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞോണേ. കർത്താവ് എന്നോട് പറയുകയാണ്, ഇന്ന് ചിലർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ ഒരു അഭിഷേകത്തെ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ അഭിഷേകം നുകത്തെ തകർത്ത് കളയും. ഇന്ന് രാവിലെ ചില നുകങ്ങൾ തകരാൻ പോവാ. നുകങ്ങൾ തകരാൻ പോകുക. ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ തകരാൻ പോവുക. മറ്റാരും അറിയാതെ വർദ്ധിതമായിരിക്കുന്ന ഭാരത്തോടെ ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളുടെ വീട്ടിലാർക്കും അറിയില്ല. നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾ ആ സങ്കടമാരോടും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ മറികടക്കണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പം പരിശുദ്ധാത്മാവ് പറയുകയാണ്, എൻ്റെ അഭിഷേകം ഞാൻ നിന്നിൽ നിറയ്ക്കും, എൻ്റെ അധികാരം ഞാൻ നിന്നിൽ നിറയ്ക്കും, എൻ്റെ കൃപ ഞാൻ നിന്നിൽ അയക്കും. അവിടെ നീ ജയിക്കാൻ തുടങ്ങും. യേശുവിൻ നാമത്തിൽ അതെടുത്തു മാറ്റത്തക്കവണ്ണ വല്ലാത്ത ചില വ്യഥകൾ യേശുവിൻ നാമത്തിൽ ഓടി മറയത്തക്കവണ്ണ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ആമേൻ പറഞ്ഞിട്ട് പറ, അത് ഞാൻ സ്വീകരിക്കാൻ പോകുകയാണ്. ആമേൻ. ഉപവാസങ്ങൾ മുഖങ്ങളെ തകർത്തിരിക്കും. ഉപവാസ പ്രാർത്ഥനകൾ അഴിയേണ്ടതിനെ അഴിച്ചിരിക്കും, ഇടിക്കേണ്ടതിനെ ഇടിച്ചിരിക്കും, പണിയേണ്ടതിനെ പണിതിരിക്കും. ശത്രുവിൻ്റെ പദ്ധതികൾ ഇടിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ നിങ്ങൾ പണിയപ്പെടാൻ പോകുകയാണ്. ആമേൻ പറയണം, ആമേൻ പറയണം. ശത്രുവിൻ്റെ പദ്ധതികൾ ഇടിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നീ പണിയപ്പെടാൻ പോകുകയാണ്. ഞാനൊരു കാര്യം പറയാം, അഭിഷേകത്തിൻ്റെ നിയോഗമനുസരിച്ച എതിർപ്പുകൾ ഉണ്ടാകുന്നേ. പക്ഷേ ഇന്ന് രാവിലെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എത്ര എതിരുകൾ വന്നാലും നീ അതിനെ കീഴടക്കാൻ പോകുകയാ. എത്ര പ്രശ്നമുണ്ടായാലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം കരമടിച്ച് ആമേൻ പറഞ്ഞിട്ട് പറ, അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും തൊടേണ്ടുന്ന മേഖലയിൽ ഇന്ന് രാവിലെ ദൈവം തൊടാൻ പോകുകയാ. എവിടെ സ്പർശനമുണ്ടാകണോ അവിടെ ദൈവത്തിന്റെ സ്പർശനമുണ്ടാകും. വിശ്വസിക്കുന്നവർ കരമുയർച്ചയൊന്ന് ആമേൻ പറഞ്ഞേ, വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞേ, എവിടെയാണോ ദൈവം എന്നെ തൊടാൻ പോകുന്നത് അവിടെ ഒരു ദൈവ സ്പർശനമുണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ തൊടണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ സ്പർശിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി അങ്ങ് ഇറങ്ങണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. സ്തോത്രം പറഞ്ഞേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആരും ഇറങ്ങില്ലെങ്കിലും യേശു ഇറങ്ങും. ചേർന്ന് പറഞ്ഞേ, ആരും എനിക്ക് വേണ്ടി ഇറങ്ങില്ലെങ്കിലും യേശു എനിക്ക് വേണ്ടി ഇറങ്ങും. ഓ വിശ്വാസത്താ പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി ഇറങ്ങും. ഇനി കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ശക്തിക്കും പിടിച്ചു നിൽക്കാൻ ഒക്കുകയല്ല. യേശു ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്ധകാരത്തിനും പിടിച്ചു നിൽക്കാൻ ഒക്കുകയല്ല. അതെല്ലാം തോറ്റുപോകും, തോറ്റുപോകും. ഓ എല്ലാ ശക്തികളും തോറ്റുപോകും. നിങ്ങൾക്കെതിരെ ഇന്നലകളിൽ വെല്ലുവിളിച്ചോണ്ട് നിന്ന എല്ലാ ശക്തികളും കരമടിച്ച് ഓ ആമേൻ പറഞ്ഞിപ്പോൾ തന്നെ സ്വീകരിച്ചേ. അടുത്തിരിക്കുന്ന ആരെയും നോക്കണ്ട. ഇന്ന് നിനക്കൊരു ജയമാണോ വേണ്ടത്? നിനക്കൊരു വിടുതലാണോ വേണ്ടത്? നിനക്കൊരു അത്ഭുതമാണോ വേണ്ടത്? ഇന്ന് രാവിലെ അത് നടക്കണം, 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 നടക്കണം. ആമേൻ. ഡോക്ടേഴ്സ് എഴുതിയ വിധി മാറിപ്പോകും കേട്ടോ. ആമേൻ, ആമേൻ. ഈ ലോകത്തിൽ ആര് നിങ്ങൾക്കെതിരെ വിധി എഴുതിയാലും അത് ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകും. അതിനൊന്നും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനൊന്നും നിങ്ങളോട് പോരാടാൻ കഴിയില്ല. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. വഴികൾ പുറത്തു വരാൻ തുടങ്ങും. അത്ഭുതങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചിട്ട് പറയണം, എൻ്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരും, എൻ്റെ അത്ഭുതങ്ങൾ പുറത്തു വരും, എനിക്ക് വേണ്ടിയുള്ള അധികാരങ്ങൾ പുറത്തു വരും. Yes, 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 yes. Albara hantara prabantara lamtala prabethiriga sosiya lakattarantara kattarana gasiya. ആത്മാവി സ്തോത്രം പറയാൻ കഴിയുന്നവർ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞേ,
ഞാൻ പുറത്തു വന്നിരിക്കും, ഞാൻ പുറത്തു വന്നിരിക്കുക, എൻ്റെ ദൈവത്താൽ ഞാൻ പുറത്തു വന്നിരിക്കുക. ഏതൊക്കെ പ്രതികൂലത്തിനകത്ത് എന്നെ അടച്ചാലും ഞാൻ പുറത്തു വന്നിരിക്കും. കാരണം കല്ലറയ്ക്കൊതുങ്ങാത്ത ഒരുവന്റെ മേൽ വ്യാപരിച്ച് അത് ദൈവശക്തിയാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്നത്. കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത ഒരുവന്റെ മേൽ വ്യാപരിച്ച് അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. സ്വീകരിച്ചോണം, ഇപ്പോൾ അത് സ്വീകരിച്ചോണ്. ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ അതൊരു സ്വീകാര്യതയായി വെളിപ്പെടുകയാ. Come on, come on, come on. കർത്താവ് തൊട്ട് തുടങ്ങുക, തൊട്ട് തുടങ്ങുക. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. വളരെ പരിചിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതാണത്. ഈ ദൂത് ഇന്ന് രാവിലെ നിങ്ങളുടെ കൂടാരങ്ങളെ ചലിപ്പിക്കും, നിങ്ങളെ ചലിപ്പിക്കും. നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഈ ആലോചനയാൽ നടത്തപ്പെടുക തന്നെ ചെയ്യും. 1:8 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അർത്ഥം, ഈ ദൂതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഒരു വസ്തുവിൻ്റെ മേലല്ല വരുന്നത്, ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ, സ്തോത്രം, സംഭവിക്കാൻ പോകുന്ന വിടുതലുകൾ. ആത്മനിയോഗമുള്ളവൻ്റെ മേൽ, ദൈവത്തിന് പദ്ധതിയുള്ളവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. നല്ലൊരാമയും പറയാമോ? ചൂടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ചൂടായിരിക്കും, എപ്പോഴും ഞങ്ങൾ മിണ്ടിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികൂലത്തിൻ്റെ അന്തരീക്ഷമാണെങ്കിലും ഇന്ന് നടക്കാനുള്ള വിടുതൽ യേശു ചെയ്യാൻ പോകുകയാണ്. ഇന്ന് സംഭവിക്കാനുള്ള വിടുതൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് കരം തട്ടി ഒന്ന് കർത്താവിനെ സ്തുതിച്ചിട്ട് പറയണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന നിയോഗിതമായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ വാക്കുകളാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. യേശു പറഞ്ഞത്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് നടന്നിട്ടുണ്ട്. നടക്കാത്തൊരു കാര്യവും യേശു പറയത്തില്ല. ചേർന്ന് പറഞ്ഞ, നടക്കാത്ത ഒരു കാര്യവും യേശു പറയത്തില്ല. അടുത്തിരിക്കുന്ന ആക്കുന്ന കൈ കൊടുത്തേച്ച് പറയാം, നടക്കാത്ത ഒരു കാര്യവും യേശു പറയത്തില്ല. യെസ് 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 ഇന്ന് സൗഖ്യമെന്ന് പറയുമ്പോൾ യേശു നിങ്ങളിലൊരു സൗഖ്യം അയക്കാൻ പോകുകയാണ്. ഇന്ന് വിടുതലെന്ന് പറയുമ്പോൾ കർത്താവ് ആ വിടുതൽ നിങ്ങളുടെ മേൽ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് മിറക്കിൾ എന്ന് പറയുമ്പോൾ ആ മിറക്കിൾ നിങ്ങളിൽ വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. നാം എന്തു പറയുന്നു അത് ദൈവത്താൽ സംഭവിക്കപ്പെടും. കമോൺ കമോൺ. ഓ, വിശ്വസിക്കുന്നവരുണ്ടേ അവർ മാത്രം കരം തൊട്ടി ആമേൻ പറഞ്ഞിട്ട് പറ. അതിനെ നശിപ്പിക്കാനേ ഒരന്ധകാര മേഖലയ്ക്കും കഴിയല. വിശുദ്ധ വചനത്തിൻ്റെ പ്രത്യേകത ഉളവാക്കുന്ന വചനമാണ്, ഉളവാക്കുന്ന വചനമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഉണ്ടാക്കുന്ന വചനമാണ്, നിർമ്മിക്കുന്ന വചനമാണ്, പ്രവർത്തിക്കുന്ന വചനമാണ്. ഇതേ നിമിഷം വരെ ഇന്ന് ആമേൻ, ഈ മാർച്ച് ആമേൻ ഏപ്രിൽ മാസം ഇന്നേ ദിവസം വരെ ഒരു ചലനവും നിങ്ങളുടെ പല വിഷയങ്ങളിലും ഇല്ലായിരിക്കാം. പക്ഷേ ആത്മാവിലൊരു ദൂത് പറയുക. ഈ 11-ാം തീയതി ഏപ്രിൽ 12:05 പറയുന്ന ദൂത് നിങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചോണം. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ ഉളവാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ആമേൻ. എന്തില്ലയോ അത് ഉളവായിട്ട് വരും, അത് ഉളവായിട്ട് വരും, അത് വെളിപ്പെട്ടു വരും. ഇപ്പോൾ അത് മറഞ്ഞു കിടക്കുക, പക്ഷേ അത് ഏപ്രിൽ 11 അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഏപ്രിൽ 11 അത് റിവീൽ ചെയ്യാൻ പോകുകയാ. അത് യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പോകുകയാ. നിങ്ങളുടെ കുടുംബങ്ങളിൽ അത് വെളിപ്പെടുക, നിങ്ങളുടെ ജനറേഷനിൽ അത് വെളിപ്പെട്ടു വരൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം തന്നെ ഉളവാക്കുന്ന വചനമായത്, ഉളവാക്കുന്ന വചനമാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവായ സകലതുമാ
നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ആമേൻ പറയുന്ന 1-2 വേർഡുകൾ ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം തുടക്കം തുടങ്ങുന്ന വാക്യം എങ്ങനെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, നിർമ്മിച്ചു, അല്ലേ? അങ്ങനെ തന്നെയാണേ നിങ്ങളുടെ ബൈബിളിൽ അറിയാവുന്ന വാക്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോണം, അറിയാത്തൊരു വാക്യവും ചോദിച്ചില്ല. ആമേൻ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആകാശങ്ങൾ ഇല്ലെങ്കിൽ സ്വർഗങ്ങളെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യം. സൃഷ്ടിച്ചു, നിർമ്മിച്ചു. ചേർന്ന് പറഞ്ഞേ, സൃഷ്ടിച്ചു, നിർമ്മിച്ചു. ഒന്ന് പറഞ്ഞേ ആമേൻ. ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല, പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ അത്രയും ചൂട് പിടിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് ചേരുക. അപ്പോൾ ഈ വചനം തുറക്കുമ്പം തന്നെ നമുക്കൊരു ബലമുണ്ട്. ചിലത് സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും, നിർമ്മിക്കാൻ ദൈവത്തിന് കഴിയും. ഇനി മനുഷ്യന് നിർമ്മിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താലേ അവന് ചിലതിനെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഒരു നല്ല ആശാരിയുടെ കയ്യിലോട്ട് ഒരു തടി കൊടുത്താൽ അദ്ദേഹം പറയും, വേണേ കട്ടിലുണ്ടാക്കാം, വാതിലുണ്ടാക്കാം, ജനലുണ്ടാക്കി തരാം, ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാം. പക്ഷേ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? ഉറക്കെ പറ. നിങ്ങൾ തടി ആശാരി ഒന്നും കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോയെന്നറിയില്ല. സ്തോത്രം. നമ്മൾ ഇവിടെ മേശൻ എന്നാ പറയുക. ഒരു നല്ല മേശൻ്റെ കയ്യിൽ ചുമ്മാ മനുഷ്യനോട് വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞാൽ പുള്ളി തുടങ്ങാമെന്ന് പറയുകയല്ല. അദ്ദേഹം പറയും, ആദ്യം സിമെൻറ്റ് വേണം, മണൽ വേണം, ഇല്ലെങ്കിൽ പാറപ്പൊടി വേണം, കട്ട വേണം, ഇഷ്ടിക വേണം, ഇതെല്ലാം നീ കൊണ്ടുപോവാ, ഞാൻ തുടങ്ങാം. അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങളെല്ലാം ഒരുക്കിയാൽ ഞാനൊരു പുതിയതൊരു കാര്യം ചെയ്തു തരാം. പക്ഷേ എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, നീ ഒന്നും ഒരുക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കിത്തരാം. ഈ പ്രാർത്ഥനയുടെ 2ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയാം, നീ ഒരുക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിത്തരാം. എത്ര പേർ ഈ ദൂതിന് ആമേൻ പറയുന്നു? കരമടിച്ചൊന്ന് സ്വീകരിച്ചേ. ശക്തിയോടെ ഒന്ന് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ ഒന്ന് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ കരമടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ, വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞേ. കണ്ടോ, ചിലർക്ക് ആ മർമ്മം മനസ്സിലാകാൻ തുടങ്ങി, ആ വെളിപ്പാട് പിടികിട്ടാൻ തുടങ്ങി. നീ ഒന്നും കൊണ്ടുവരണ്ട, നീ ഫ്രീ ആയിട്ട് വാ, നീ വെറുതെ കയറി വാ. ഞാൻ ഉളവാക്കാൻ കഴിയുന്ന ദൈവമാ, എനിക്ക് കഴിയുവണ്ണേ, എനിക്ക് കഴിയുവണ്ണേ, ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കാൻ എനിക്ക് കഴിയും. വിശ്വസിക്കുന്നവരുണ്ടല്ലോ അവര് മാത്രം ചില മിനിറ്റുകൾ കരമടിച്ചൊന്ന് ആരാടിക്ക. തൊടേണ്ട ദൈവം ഇന്ന് രാവിലെ നിങ്ങളെ തൊടും കേട്ടോ. സ്പർശിക്കേണ്ട ദൈവം ഇന്ന് രാവിലെ നിങ്ങളെ സ്പർശിക്കും കേട്ടോ. ആത്മാവ് തൊടാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആമേൻ, ഇന്നു വരെ നിങ്ങൾക്കെതിരെ നിന്ന സകല ബന്ധനങ്ങളും അഴിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവ് തൊടത്തുള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് ദൈവം നിർമ്മിക്കാൻ പോവാ. പുതിയ സ്ഥലത്ത് പുതിയൊരു കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഉയരുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. അത് സംഭവിക്കുമാണ്. ഈ വർഷം അതിൻ്റെ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വരാൻ ആത്മാവി പ്രാർത്ഥിക്കുന്ന രാവിലെ ദൈവം അതിനെ വെളിപ്പെടുത്താൻ പോകുകയാ. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ഞെരുക്കത്തെ കർത്താവ് മാറ്റാൻ പോകുകയാ. ഈ ഞെരുക്കത്തെ യേശു മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ട്, അവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. കർത്താവ് ചിലത് നിർമ്മിക്കണമെങ്കിൽ ചില വേളകൾ നീ പറയണം. ആമേൻ പറഞ്ഞേ. ഇന്ന് രാവിലെ ചിലത് പറയാമെങ്കിൽ ദൈവം കൊണ്ടുത്തരും. കർത്താവ് ആ വീടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവാ, നീ പറയണം. സ്തോത്രം പറഞ്ഞ് ഞാൻ തകർന്നു എന്ന് പറഞ്ഞാൽ അവിടെ പിശാച് പറയും, നിന്നെ തകർക്കാൻ എനിക്ക് കഴിയും. പക്ഷേ എൻ്റെ തകർച്ചകളൊന്നും കാര്യമല്ല, ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അവിടെ നീ ജയിക്കാൻ തുടങ്ങും. അവിടെ ജയിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഇന്ന് എത്ര താഴ്ച കിടന്നാലും, ഇന്ന് എത്ര മുക്കിക്കളയാൻ നോക്കിയാലും ഒരാൾ നിന്റെ കയ്യിലോട്ട് കയറി പിടിക്കാൻ പോവാ.
ഈ ചർച്ചിന്റെ അന്തരീക്ഷം മാറുന്നത് എനിക്കറിയാം. ഈ ചർച്ചിന്റെ അറ്റ്മോസ്ഫിയർ മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞ് അമേ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ചെറുതിൽ നിന്ന് ഉന്നതമാക്കാൻ ദൈവത്തിന് കഴിയും. ഞാനിവിടെ നിൽക്കുമ്പം പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ അടുക്കൽ ഒരു വിശാലമായ സ്ഥലത്ത് ഈ വർഷം നിങ്ങളൊരു വലിയ കൺവെൻഷൻ നടത്തും. ആ കൺവെൻഷനോടുകൂടി ഈ അന്തരീക്ഷം മാറാൻ തുടങ്ങും. ജനം ഒഴുകിയെത്തത്തക്ക നിലയിൽ നിങ്ങൾക്ക് പലതിനും അതിരുവെച്ച ഒരു അന്ധകാര മണ്ഡലമുണ്ട്. അത് ഇന്ന് രാവിലെ ബ്രേക്ക് ആകുന്നത് ഞാൻ കാണുക. ഇന്ന് രാവിലെ അത് തകരുന്നത് ഞാൻ കാണുക. ലിമിറ്റേഷനുകളെ തകർക്കാൻ ഒരഭിഷേകം ഇന്ന് രാവിലെ ഇറങ്ങുക. അതിരുകളെ വിശാലമാക്കുന്ന ദൈവം ഇതിനകത്ത് ഇറങ്ങാൻ പോകുകയാ. സ്വീകരിക്കാനുണ്ട്, സ്വീകരിച്ചോണം. ലാം താരബ ആത്മാവി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആത്മാവി സ്തോത്രം പറഞ്ഞോണം. ഇന്ന് രാവിലെ നടക്കാനുള്ള വിടുതൽ നടന്നേ പറ്റത്തുള്ളൂ. പ്രതികൂല എവിടെ ഉയരുന്നോ അവിടെ വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങുക. അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചോ. ആത്മാവിൽ ആരാടിച്ചേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നാമത്തെ പദം സൃഷ്ടിക്കുന്ന ദൈവം. സ്തോത്രം പറഞ്ഞ്. ഒന്നും ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, യേശുവിനെ കഴിയത്തുള്ളൂ. ഇന്ന് രാവിലെ ഒന്നുമില്ലാത്തതിൽ നിനക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോകുകയാണ്. ഇപ്പം കടഭാരത്തിൻ്റെ ഞെരുക്കമായിരിക്കും നിന്റെ മേൽ കിടക്കുന്നത്. വല്ലാത്ത നിലകളിലോ തകർച്ചയായിരിക്കും നിന്റെ മേൽ കിടക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആത്മാവിൽ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്പർശനത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എത്ര പേര് കരയുന്നു? ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? യെസ്, അവൻ സൃഷ്ടിപ്പിന്റെ ദൈവം ഇറങ്ങിയാൽ ചലിക്കത്തക്ക നിലകളിലേക്ക് കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാ. മനുഷ്യനല്ല കാര്യം ചെയ്യുന്നത്, ദൈവമാ കാര്യം ചെയ്യുന്നത്. മനുഷ്യൻ അഭിപ്രായം പറയും. മനുഷ്യൻ എന്ത് പറയും? അഭിപ്രായം പറയും. ദൈവം ആലോചന പറയും. സ്തോത്രം പറഞ്ഞ്. മനുഷ്യൻ എന്ത് പറയും? അഭിപ്രായം പറയും. ചില വ്യക്തികൾ നിങ്ങളെ നോക്കിയിട്ട് പറയും, ഇപ്പം നിങ്ങളത് ചെയ്തത് ശരിയായില്ല, മോശമായി, ഇപ്പോൾ അങ്ങനെ കാലെടുത്ത് വെക്കണ്ടായിരുന്നു. അതൊക്കെ അഭിപ്രായമാ. പക്ഷേ സ്വർഗം പറയുകയാണ്, പുറപ്പെടാൻ പറഞ്ഞാൽ അത് അരുളപ്പാടായി സ്വീകരിക്കാനൊക്കുമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ശക്തനാണ്. കരമടിച്ചേ ഒന്നാമേ പറഞ്ഞേച്ചു പറ. ഓ ശാന്ത റബാൻതാര. യെസ് യെസ് യെസ്. കർത്താവ് എന്നോട് പറയുകയാണ്, സൃഷ്ടിപ്പിന്റെ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. അടുത്തൊരു വേട് ദൈവം എന്നോട് പറയാൻ, പുറപ്പെടുക. ആമേൻ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ചൊന്ന് സ്വീകരിച്ചേ. എന്നിട്ട് ആമേൻ പറഞ്ഞ പുറപ്പെടുക. സർവശക്തനായ ദൈവം കൽപ്പിക്കാൻ തുടങ്ങി. ആ കൽപ്പനയിൽ അതിപ്രധാനമായി പറഞ്ഞ ദൈവത്തിന്റെ ദൂത്, ഉണ്ടാകട്ടെ. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ദൈവം ചിലത് പറഞ്ഞാൽ അതുപോലെ നടന്നല്ലേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, ഉളവാകേണ്ടതെല്ലാം ഉളവായിട്ട് വരും, വെളിപ്പെടേണ്ടതെല്ലാം വെളിപ്പെട്ടു വരും. ഇന്ന് വരെ ശത്രു അടച്ചതായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ അതിനെ ക്യാൻസൽ ചെയ്യുകയാ. കരമടിച്ച് ഒന്ന് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ച് ശക്തിയോടെ. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ച് വിശ്വാസത്തെ പറഞ്ഞ്, ഉളവാകേണ്ടതെല്ലാം ഉളവായി വരും, വെളിപ്പെടേണ്ടതെല്ലാം വെളിപ്പെട്ടു വരും, പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിച്ചെടുക്കും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ നിങ്ങൾ ഇതിനകത്ത് കയറിയതേ തകർന്നു തിരിച്ചു പോകാനല്ല, അഭിഷേകത്തിന്റെ ഒരു പുതുക്കം നിന്റെ മേൽ വീണിട്ട്
ദൈവം എന്തൊക്കെ ഈ തലമുറയിൽ നിന്റെ മേൽ വെളിപ്പെടുത്തണമോ അതെല്ലാം വെളിപ്പെടാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുക, 4 പേരെ ദൈവം തൊടാൻ പോവാ. 4 പേരെ പരിശുദ്ധാത്മാവ് തൊടുക. ഇപ്പൊ തന്നെ 4 വ്യക്തികളെ ദൈവം നിങ്ങളിൽ ചിലത് ഉളവാക്കാൻ പോകയാ. ഉളവാക്കാൻ പോവാ. റിസീവ് ചെയ്യാമെങ്കിൽ കത്തട്ടെ 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 കത്തട്ടെ. ആത്മശക്തി കത്തട്ടെ. ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുക. 4 പേരെ കർത്താവ് എന്നെ കാണുക. നിന്റെ മേൽ ഇന്ന് രാവിലെ ആ ദൈവശക്തി വീഴാൻ പോവാ. അത് പിടിക്കാനുള്ളവർ പിടിച്ചോണം. അത് പിടിക്കാനുള്ളവർ പിടിച്ചോണം. ചിലതിൻ്റെ നാവിൻ്റെ മേലേക്ക് ഒരു അധികാരം ദൈവം കൈമാറുക. ഒരു അധികാരം ദൈവം നിന്റെ നാവിൽ തരിക. ഇതുവരെ നീ അന്യഭാഷയിൽ സംസാരിച്ച പോലല്ല, ഇപ്പോൾ ഒരു പുതിയ ദൈവശക്തി നാവിൻ്റെ മേൽ വീഴുക. സ്വീകരിക്കാനുള്ളവർ മാത്രം സ്വീകരിച്ചോണം. ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ്. ഒരു അഭിഷേകത്തിന്റെ അളവ്. തൊടട്ടെ 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 തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. സ്തോത്രം. ഉളവാക്കാൻ അറിയുന്ന ദൈവത്തിന് സാധ്യതയൊന്നും ദൈവം നോക്കിയല്ല. സാഹചര്യം ഒന്നും കർത്താവിന് അറിയണ്ട. നമ്മൾ ഇന്ന് രാവിലെ പറയും, കർത്താവ് എൻ്റെ സാഹചര്യമെല്ലാം എനിക്ക് എതിരാ, എൻ്റെ ചുറ്റുപാടെല്ലാം എനിക്കെതിരാ. കർത്താവ് പറയുന്നൊരു ദൂതുണ്ട്, ഞാൻ നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരാണ്? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരാണ്? കർത്താവ് നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ ആർക്കാ നിന്നെ തകർക്കാൻ കഴിയുന്നത്? സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിച്ചോണം, സ്വീകരിച്ചോണം. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ദൈവം അനുകൂലമുണ്ടെങ്കിൽ ആരാ നിനക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ തുടങ്ങിയാൽ ഏത് ശക്തിക്കാ നിന്നെ ഒതുക്കാൻ പറ്റുന്നത്? ഒന്നിനും കഴിയാലോ. അമ്മേ, നമ്മൾ വല്ലപ്പോഴും ദൈവത്തോട് പറയുന്ന, ഇല്ല ദൈവമേ, കഴിയില്ല ദൈവമേ, പറ്റത്തില്ല ദൈവമേ, മുന്നോട്ട് പോകാൻ ഒക്കില്ല ദൈവമേ എന്നൊക്കെ പറയുമ്പം, ഇന്ന് രാവിലെ സർവശക്തനായ ദൈവം പറയുക, എനിക്ക് അസാധ്യമായതൊന്നുമില്ല, എനിക്ക് എല്ലാം സാധ്യമാണ്. ഞാൻ വഴി തുറക്കുന്ന ദൈവമാണ്, ഞാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. ചിലതിനെയൊക്കെ ഒതുക്കിക്കളഞ്ഞത്, അസ്വസ്ഥമാക്കിക്കളഞ്ഞത്, ഇനി മുന്നോട്ട് കാലെടുത്തു വയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, ഇപ്പോൾ അത് യേശുവിൻ നാമത്തിൽ അഴിയുകയാ. എന്നിട്ട് നിന്റെ വാഗ്ദത്തം പുറത്തു വരാൻ പോകുകയാ. തൊടുക തൊടുകയാ 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 തൊടുക. സ്വീകരിച്ചേ. എന്നിട്ട് വിശ്വാസത്തെ പറഞ്ഞ് ഈ വചനം ഞാൻ ഏറ്റെടുക്കുക. ആമേൻ, ആമേൻ. ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ വചനമില്ലേ, ഇത് ജീവനുള്ള വചനമായത്, ജീവനുള്ള വചനമായത്. ജീവന്റെ ശക്തിയാണ് വ്യാപരിക്കപ്പെടുന്നത്. വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സദ്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നത് ജീവന്റെ വചനമാണ്. ഒന്നാമേൻ പറയണം.
ജീവന്റെ വചനമാണ്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തേച്ച് പറഞ്ഞ ജീവന്റെ വചനമാണ്, ജീവന്റെ വചനമാണ്. സ്തോത്രം പറഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉത്സാഹത്തോടെ ഇരുന്നേ. ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം മരണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? മരണത്തിൻ്റെ സാധ്യതകളെ അടയ്ക്കുമല്ലേ ചെയ്യുന്നത്. ആമേൻ പറഞ്ഞേ. ചില ആളുകളാ ചെറിയ ഭാരം വന്നാൽ മതി ഉടനെ പറയുന്നത് എന്നാണെന്നറിയോ? ഞാൻ മരിക്കാൻ പോവാ. ഉണ്ടെന്നില്ല, ഞാൻ മരിക്കാൻ പോവാ. സ്തോത്രം. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഓ, നിങ്ങൾ നല്ല ഡീസൻ്റ് പാർട്ടികളാണ്. എൻ്റെ പാസ്റ്റേ, ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കള്ളം പറയല്ലേ, തലേ തൊട്ട് തുടങ്ങേണ്ടി വരും. സ്തോത്രം. ഞാൻ മരിക്കും, ഞാൻ മരിക്കും. കൊച്ചു പ്രശ്നം ഉണ്ടായാൽ മതി വീട്ടിൽ, ഉടനെ പറയും ഞാൻ മരിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളെ തൊടുന്നില്ല. നിങ്ങൾ ചിരിച്ചുകൊണ്ട് ചിലരൊക്കെ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ന പരിശുദ്ധാത്മാവ് പറയാണ്, നീ മരിക്കാനുള്ളതല്ല, നീ ജീവിക്കാനുള്ളതാണ്. അതും തകർന്ന് ജീവിക്കാനുള്ളതല്ല, ജയിച്ച് ജീവിക്കാനുള്ളതാണ്. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിന് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടുപേരെയും കൂടെ കൊണ്ടുപോരാ. ഞാൻ ആത്മാവിൽ ചിലത് ഞാൻ ഇട്ടുതരാം നിങ്ങളിലേക്ക്. നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പം തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് ഡെഡായിപ്പോയത് എവിടെയാണോ അവിടുന്ന് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ചിലരുടെ സമാധാനം മരിച്ചു കിടക്കുക, സമാധാനം. പക്ഷെ ഇന്ന് രാവിലെ ദൈവം അത് തിരിച്ചു തരാൻ പോവുക കേട്ടോ. പുറകില്ല ആ പച്ച സാരി എടുത്ത പച്ച സാരി, കൈയൊന്ന് ഉയർത്തിയാൽ മതി. ദൂത് പറയാ, സമാധാനം ഡെഡാ, സമാധാനം ഇല്ല. പക്ഷെ ഇന്ന് രാവിലെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു വലിയ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കർത്താവ് എത്തിക്കാൻ പോവുകയാണ്. വീട്ടിലുള്ള ചിലത് കർത്താവിനാൽ പിടിക്കപ്പെടാൻ പോവാ. സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഭവനം ഒരു ബഥാന്യ പോലെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ബഥാന്യയിൽ ലാസറിൻ്റെ വീട് പോലെ നിങ്ങളുടെ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണുക. സമാധാനം മരിച്ചുപോയതിൻ്റെ ഇടയെന്ന് ഇന്ന് രാവിലെ ഒരു സമാധാനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വീഴാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം പറഞ്ഞ്. അപ്പം ചില ആളുകൾ വിചാരിക്കുന്നൊരു കാര്യം, ഒരാളുടെ പ്രശ്നമാണോ ഇത്? ഒരാളുടെ പ്രശ്നമല്ല, ഒത്തിരി പേരുടെ പ്രശ്നമാണ്. ഒത്തിരി പേരുടെ, സ്തോത്രം പറഞ്ഞ്, ഒത്തിരി പേരുടെ പ്രശ്നമാണ്. എനിക്കൊരു ദിവസം കുറഞ്ഞത് 10-15 കോളുകൾ സമാധാനമില്ലെന്ന് പറഞ്ഞ് മാത്രം വരാറുണ്ട്. അതിലധികം വരാറുണ്ട്. എന്തോ ഇല്ല, സമാധാനമില്ല, സമാധാനമില്ല. അവരോട് ചോദിക്കാം വീടുണ്ടോ? അവർ പറയും വീടുണ്ട്. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. മക്കളുണ്ടോ? മക്കളുണ്ട്. ഡിപ്പോസിറ്റ് ഉണ്ടോ? ഡിപ്പോസിറ്റ് ഉണ്ട്. ജോലിയുണ്ടോ? ജോലിയുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? ഉറക്കെ പറ. എന്ന് രാവിലെ നിനക്കില്ലാത്തത് വെളിപ്പെടുത്തി ദൈവം തരാൻ പോകുകയാ. നിനക്കില്ലാത്തത് നിന്റെ മേൽ പകരാൻ പോകുകയാ. അതിനാ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഉള്ളതിനെ കുറിച്ച് പറയാനല്ല, ഇല്ലാത്തതിനെ കുറിച്ച് വെളിപ്പെടുത്താൻ. വിശ്വസിക്കുന്നവരുണ്ട് ഒന്ന് ആമേൻ പറഞ്ഞേ. ഓ സ്തോത്രം. നിങ്ങൾക്കുള്ളത് തരാൻ വേണ്ടിയല്ല ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കാൻ വന്നത്. നിങ്ങൾക്കില്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയാൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലേക്ക് നാം ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് സൃഷ്ടിപ്പുകൾ നടക്കുന്നത്. ഈ സൃഷ്ടിപ്പുകളുടെ അകത്തേക്ക് നാം കയറുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോണം. എൻ്റെ ദൈവത്തിന് ഇന്നലെ വരെ സൃഷ്ടിച്ചത് മുഴുവൻ ഇല്ലാത്തത് എന്നുളവാക്കിയെങ്കിൽ എനിക്ക് വേണ്ടിയും അങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടക്കും. ഈ ഏപ്രിൽ മാസം അത് സംഭവിക്കപ്പെടും. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. ഈ ഏപ്രിൽ ആ വിടുതൽ സംഭവിക്കപ്പെടും. അത് നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത് വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ലൈഫിൽ അത് വെളിപ്പെട്ടു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ അത് തുറന്നു വരിക. ഈ നിമിഷം ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞിട്ട് പറ, ഞാനത് പ്രാപിക്കാൻ പോകുകയാണ്. ഞാനത് പ്രാപിക്കാൻ പോവാ. സ്തോത്രം, സ്തോത്രം പറഞ്ഞു.
ഇല്ലാത്തതിനോട് വിളിച്ചു പറയാൻ ഒരധികാരം നിങ്ങളുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ഇല്ലാത്തതിനോട് വിളിച്ചു പറയാൻ. നിങ്ങൾക്ക് എന്താ ഇല്ലത്? നാവ് തുറന്ന് വിളിച്ചു പറയണം. അവിടെ ദൈവത്തിൻ്റെ മൂവ്മെൻറ്റുകൾ ഉണ്ടാകും, ദൈവിക ചലനങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ഞാൻ ഹോളി സ്പിരിറ്റ് എന്ന വിഷയത്തിലേക്ക് ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഒന്ന് കയറി വരിക. ആത്മശക്തി എവിടെയൊക്കെ ദൈവവചനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം അന്തരീക്ഷം മാറിയിട്ടുണ്ട്, അവിടെല്ലാം ചരിത്രം മാറിയിട്ടുണ്ട്, അവിടെല്ലാം തലമുറകളുടെ വാതിലുകൾ ദൈവം തുറന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. ആത്മാവ് തൊടാൻ പോവാ, ആത്മാവ് തൊടാൻ പോവാ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ഒന്ന് ആമേൻ പറഞ്ഞ്, ശക്തിയോടെ. ഒരു അസാധാരണമായ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കുകയാ. അസാധാരണമായ ദൈവിക വിടുതലിന് വേണ്ടി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാ. കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി. ഹല്ലേലൂയ. നടക്കേണ്ടുന്ന ദൈവത്തിൻ്റെ വിടുതൽ സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതൊന്നും അടയരുത്, അതെല്ലാം തുറക്കപ്പെടണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദൈവം ഒരു വാതിലിനെ തുറക്കാൻ പോകുകയാണ്. ദൈവം ഒരു നന്മയെ തുറക്കാൻ പോകുകയാണ്. ദൈവം ഒരു വിടുതലിനെ കൽപ്പിക്കാൻ പോകുകയാണ്. ഈ തലമുറയിൽ ആരും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ മൂവ് ചെയ്യിപ്പിക്കും. ആർക്കും മനസ്സിലാക്കാൻ ഒക്കാത്ത ആത്മതലങ്ങളിലേക്ക് സ്തോത്രം പറയുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചേ. തൊടട്ടെ 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 തൊടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വരണ്ട, പക്ഷേ ദൈവത്തിൻ്റെ ശക്തി ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഞാനൊരു കാഹളം പോലെ ധ്വനിക്കുന്നൊരു ശബ്ദം ഈ കൂട്ടായ്മ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു കാഹളത്തിൻ്റെ ശബ്ദം. ഓ, സ്വീകരിക്കാമെങ്കിൽ കരമടിച്ച് ആത്മാവിലൊന്ന് ആധരം തുറന്ന് സ്വീകരിച്ചു. ദൂതന്മാർ കാഹളം ഊതുന്നത് ഞാൻ കേൾക്കുക. ദൂതന്മാർ കാഹളം ഊതുന്നത്. പ്രാപിക്ക പ്രാപിക്ക. Thank you, Holy Spirit. Thank you, Holy Spirit. ഈ ആത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് വെളിപ്പെട്ടു വന്നാൽ ദൈവത്തിൻ്റെ ജീവനിലേക്ക് നമ്മളെ കടത്തുവാൻ തുടങ്ങും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ദൈവത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അധ്യായമാണ്. യെഹെസ്കേൽ എന്ന ദൈവത്തിൻ്റെ മനുഷ്യനോട് പറയുന്ന ദൈവത്തിൻ്റെ ദൂത് ഇതാണ്: ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം പറഞ്ഞേ. ജീവിക്കപ്പെടുമോ? ഇത് സർവശക്തനായ ദൈവത്തെ നോക്കിയിട്ട് യെഹെസ്കേൽ പറയുക, കർത്താവേ, എനിക്കറിയില്ല, പക്ഷേ അങ്ങക്കെല്ലാം അറിയാം. സ്തോത്രം പറഞ്ഞ്. ഇന്നലെ വരെ താൻ പ്രവചിച്ചത് മുഴുവൻ ജീവനുള്ളതിനോടാണ്. പക്ഷെ ഇപ്പോൾ താൻ പ്രവചിക്കാൻ പോകുന്നത് മരിച്ചതിനോട് മാത്രമല്ല, അസ്ഥികളോട് പ്രവചിക്കാൻ തുടങ്ങി. സ്തോത്രം. ഏപ്രിൽ 11 പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, യെഹെസ്കേൽ 37 നിങ്ങളുടെ ചർച്ചിൽ വെളിപ്പെടാൻ പോകുകയാണ്. യെഹെസ്കേൽ 37 നിങ്ങളുടെ സഭയിൽ മൂവ് ചെയ്യാൻ പോകുകയാണ്. ക്ലെയിം ചെയ്യാൻ പറ്റുന്നവർ ക്ലെയിം ചെയ്തോ. കരങ്ങൾ അടിച്ച് സ്വീകരിക്കുന്നവരൊന്ന് സ്വീകരിച്ചു വെച്ച് പറ, യെഹെസ്കേൽ 37 ഞങ്ങളുടെ ചർച്ചിൽ അത് റിവീൽ ചെയ്യണം. സ്തോത്രം 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 സ്തോത്രം. ഓ, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ആത്മാവി കരമടിച്ചു സ്വീകരിച്ചേ. ആത്മാവി കരമടിച്ചു സ്വീകരിച്ചേ. ആരെയും ശ്രദ്ധിക്കേണ്ട. ആത്മാവി സ്വീകരിച്ചേ. കർത്താവ് എന്നോട് പറയാ, ചിലത് റിപ്പീറ്റ് ചെയ്യണം. ഈ ചർച്ചിനകത്ത് ചിലത് വെളിപ്പെട്ടു വരണം. ആത്മാവി കത്തട്ടെ.
കത്തട്ടെ, ചിലതൊക്കെ വെളിപ്പെട്ടു വരട്ടെ. ഇന്നലകളിൽ ശത്രു മറച്ചിട്ടത്, ഇന്നലകളിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞത്, തകർച്ചു കളഞ്ഞത്, അതെല്ലാം റിവീൽ ചെയ്യണം, വെളിപ്പെട്ടു വരണം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ. ഓ ഷാൽബറഹാൻതരഗദന. സ്തോത്രം, 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 സ്തോത്രം. അസ്ഥിയുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങിയതുപോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെതറിക്കിടക്കുന്ന നന്മകളുടെ മേൽ ദൈവത്തിൻ്റെ കരമൊന്നിറങ്ങാൻ പോകുകയാണ്. യെഹെസ്കേൽ പറയുന്നു, സർവശക്തനെ എനിക്കറിയില്ല, പക്ഷേ അങ്ങക്കെല്ലാം അറിയാം. അടുത്ത വചനം ഇങ്ങനെ പറയുന്നത്, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. നീ പറയുക, നീ പ്രവചിക്കുക. ഇന്ന് രാവിലെ ദൈവം പറയാണ്, നിന്റെ പ്രശ്നത്തിനെ നോക്കിയിട്ട് അതിൻ്റെ പരിഹാരത്തെ നിന്റെ നാവിലൂടെ വിളിച്ചു പറയാൻ പോവാ. ഒന്ന് നല്ല ആമേൻ പറയുന്നു. ഞാൻ ഞങ്ങളുടെ തിരുവല്ല ചർച്ചയിൽ പറയുന്ന ട്രിവാൻഡ്രംകാർ ഭയങ്കര ആമേനാന്ന് പറഞ്ഞാൽ അവരായെക്കൊണ്ട് ആമേൻ പറയിപ്പിക്കുന്നു. ഈ ഞായറാഴ്ച എനിക്ക് തിരിച്ചു പറയേണ്ടി വരും, മിണ്ടുന്നില്ല. ആമേൻ പറഞ്ഞു. ഞാൻ ക്രൗഡ് നോക്കി പ്രസംഗിക്കുന്ന ആളല്ല. ഞാൻ ആമേൻ ഇവിടെ നെയ്യാറ്റിക്കര തന്നെ ഒത്തിരി ആയിരങ്ങൾ കൂടുന്ന മീറ്റിംഗ് ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നിങ്ങൾ ആ ക്ഷീണത്തോടെ ഇരിക്കുമ്പോൾ ഞാനാണോ ദൂരെ നിന്ന് വന്നത് നിങ്ങളാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടാകുക. സ്തോത്രം. അതുകൊണ്ട് ആത്മനിയോഗത്തോടൊന്ന് പറയാം, നിനക്കില്ലാത്തതിനെ നോക്കി നാവ് കൊണ്ട് പറയണം, അത് വെളിപ്പെട്ടു വരും, അത് വെളിപ്പെട്ടു വരും. കമോൺ, വെളിപ്പെട്ടു വരും. നിനക്ക് ഭവനമില്ലേ? നാവ് തുറന്ന് പറ, നിനക്ക് വേണ്ടി ഒരു ഭവനത്തെ ദൈവം വെളിപ്പെടുത്തി കൊണ്ടുവരും. സഞ്ചരിക്കാൻ ഒരു വാഹനമില്ലേ? യേശുവിൻ നാമത്തിൽ നിനക്ക് ദൈവം വാഹനത്തെ നൽകി തരുക. നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു നന്മയില്ലേ? ഇപ്പോൾ നീ കൽപ്പിച്ചു പറ, നിന്റെ നന്മ തുറന്നു വരൂ. കരമടിച്ചോ, ആരടിച്ചേ ശക്തിയോടെ. ആമേൻ, 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 ആമേൻ. ആരെ ശ്രദ്ധിക്കല്ലേ? ചിലരുടെ ലൈഫിനെ കർത്താവ് മാറ്റാൻ പോവാ. ആരെ നോക്കരുത്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. താഴ്വരയിൽ ഇറങ്ങിയ അതേ അഭിഷേകം ഇന്ന് രാവിലെ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്ന എനിക്കറിയാം. കർത്താവ് ജനത്തെ തൊടുകയാ. യേശുവിൻ യെഹെസ്കേൽ എന്ന ദൈവത്തിന്റെ മനുഷ്യൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പം അസ്ഥി അസ്ഥിയോട് ചേർന്നു. ആമേൻ പറഞ്ഞേ. ചേരാനുള്ളതൊക്കെ ഇന്ന് രാവിലെ ചേരാൻ പോവാ. ആമേൻ. ചേരാനുള്ളതൊക്കെ ഇന്ന് രാവിലെ. ഉറങ്ങല്ലേ? ചിലരിങ്ങനെ താഴ്ത്തി ഏൽപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഭയങ്കര മിടുക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നല്ല ചൂടത്തിരുന്ന് ഞങ്ങളുടെയൊക്കെ എടുക്കുക എല്ലാവരും വന്ന് പറയും, ഉറക്കമില്ല മാസ്റ്റേ, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പറയും, ഞങ്ങളുടെ കൂട്ടായ്മ വന്നിരുന്നാൽ മതി, 2000 വാട്ട്സിൻ്റെ സാധനം ഉണ്ടെങ്കിലും അവർ സുഖമായിട്ട് എന്ത് ചെയ്യും? ഉറങ്ങും. അതുകൊണ്ട് ഞാനിവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആരും എന്നെ വിളിക്കല്ലേ ദയവ് ചെയ്ത്. ഞാൻ വരാം, കുറച്ചുകൂടി വചനം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കലോട്ട് ഞാൻ ഇറങ്ങി വരാം. അതുകൊണ്ട് ഉറങ്ങാതൊന്ന് എഴുന്നേറ്റിരുന്നേ. ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ചവൻ പറയാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, നിയോഗമുള്ളവൻ പറയണം, മിണ്ടാതിരിക്കരുത്. ആമേൻ പറയാൻ പറയുന്നത് എൻ്റെ പ്രസംഗത്തിനൊരു ആവേശം ഉണ്ടാകാനല്ല, നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം പറയാൻ ഞങ്ങൾ പറയുന്നതേ എനിക്കൊരു ബലം കിട്ടാനല്ല. സ്തോത്രം പറയാത്ത ഒത്തിരി യോഗങ്ങളിൽ ഞാൻ നിന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ നടക്കണം. ഇന്നിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി ചലിക്കണം. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കൂടാരത്തിൽ കാല് ചവിട്ടുന്നതിന് മുമ്പേ നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം റിവീൽ ചെയ്യാൻ പോകുകയാ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടല്ല, അവര് മാത്രം തിരിച്ചു ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എൻ്റെ ജീവിത ചരിത്രത്തിന് മാറ്റമുണ്ട്, എൻ്റെ ലൈഫിന് മാറ്റമുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞേ.
ശക്തിയോടെ ഒന്ന് ആമേൻ പറഞ്ഞ്, ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മനിയോഗത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ദിസ് ഈസ് എ ടൈം ഓഫ് മിറക്കിൾ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് അടയാളത്തിൻ്റെ സമയമാണ്, ഇത് വീര്യപ്രവൃത്തിയുടെ സമയമാണ്, ഇത് ദൈവം എഴുന്നേൽക്കുന്ന സമയമാണ്, ഇത് ദൈവം ചലിക്കുന്ന സമയമാണ്. ശക്തിയോടെ ആത്മാവിൽ ഒന്ന് ആരാധിച്ചു വെച്ച് പറ, കർത്താവേ ഇന്ന് രാവിലെ ഞാൻ കൽപ്പിക്കും, ദൈവം സ്ഥാപിക്കണമേ. ഞാൻ കൽപ്പിക്കാൻ പോകുകയാണ്, ഞാൻ വിളിച്ചു പറയാൻ പോകുകയാണ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഒരു മുഴയുണ്ട്, ഡോക്ടറിനെ അതുകൊണ്ട് കാണിച്ചു, ഫർദർ ടെസ്റ്റിങ്ങിന് വേണ്ടി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. കാണിച്ച ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ മനസ്സിൻ്റെ ധൈര്യം പിടിയരുത്, നിങ്ങൾക്ക് ക്യാൻസർ തന്നെയാണ്. ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി ഒരുക്കുക. അസഹനീയമായ വേദന കൊണ്ട് കഴിക്കുവാൻ പെയിൻ കില്ലർ കൊടുത്തു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആദ്യത്തെ ദിവസം ദൈവത്താൽ അയക്കപ്പെട്ടൊരു ദൈവദാസനുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ പ്രസംഗിക്കുന്നു. സാധാരണഗതിയിൽ പ്രസംഗിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് യോഗം ആശീർവാദം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പ്രാർത്ഥന ആവശ്യമുള്ളവരെ മുന്നോട്ട് വിളിക്കാൻ പറഞ്ഞു. മുന്നോട്ട് വിളിച്ചു. ചില വ്യക്തികളുടെ മേൽ ഞാൻ കരം വെച്ചു, എന്നാൽ ചിലരുടെ മേൽ കരം തൊട്ടില്ല. എൻ്റെ കരം ചിലരുടെ തലയുടെ മുകളിൽ വരുമ്പോൾ തന്നെ ചിലരിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവശക്തി ഇറങ്ങുക മാത്രമല്ല, ഈ സഹോദരി പെട്ടെന്ന് താഴേക്ക് വീണു. വലിയ ശബ്ദത്തിൽ ഈ സഹോദരി കരയുവാൻ തുടങ്ങി. അയ്യോ എന്നുള്ള നിലവിളി ചർച്ച മുഴുവൻ കേൾക്കാം. ആളുകൾ പെട്ടെന്ന് ആ നിലവിളിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ സംഭവിച്ചു? ഈ വിഷയം എനിക്കറിയാം, അവരുടെ വീട്ടിലുള്ള ആളുകൾക്കല്ലാതെ ചർച്ചിൽ ആർക്കും അറിയില്ല. യോഗം കഴിഞ്ഞു. ശനിയാഴ്ച തിരിച്ചുപോയി. ഞായറാഴ്ച രാവിലെ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം പറയണം. ഞങ്ങളുടെ ലൈവിൽ അത് കിടപ്പുണ്ട് ഇപ്പോഴും. ആ സഹോദരി പറയുന്ന സാക്ഷി, തലേന്നത്തെ മീറ്റിങ്ങിൻ്റെ അകത്ത് ദൈവശക്തി അവരുടെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴ അപ്രത്യക്ഷമായി. സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത ദിവസം രാവിലെ അവിടെ കുഞ്ഞിനോട് പറയും, നീ ഒന്ന് നോക്കിക്കേ. അടുത്ത ദിവസം കണ്ട കാഴ്ചയെ അതവിടെ ഇല്ല. ആമേൻ പറഞ്ഞേ. ഒരു ദൈവശക്തി ഇറങ്ങിയാൽ മതി. എടാ, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മുഴ വേണമല്ലോ. മുഴയില്ല പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നേ? നല്ല ആമേൻ പറഞ്ഞേ. ഇന്ന് രാവിലെ നടക്കേണ്ടുന്ന വിടുതൽ നിന്റെ കൂടാരങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് അയക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞേ. എടാ, നിനക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിനെ ജയിക്കാനുള്ള ദൈവശക്തിയാണ് വ്യാപരിക്കപ്പെടാൻ പോകുന്നത്. ശക്തിയോടെ കരമടിച്ചൊന്ന് ആമേൻ പറഞ്ഞിട്ട് പറ, എന്റെ രോഗങ്ങൾ സൗഖ്യമാകും. കരമടിച്ചൊന്ന് ആമേൻ പറഞ്ഞേ. ശക്തിയോടെ ആമേൻ പറ. ആമേൻ, ആമേൻ. അടുത്ത കാര്യം, നീ പ്രവചിക്കണം. നീ നാവ് തുറന്നാലില്ലേ ചെതറിക്കിടക്കുന്നതൊക്കെ ജോയിൻ്റ് ആകുമെന്നേ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയാ, എവിടെയൊക്കെയാണോ ചെതറിക്കിടക്കുന്ന നന്മകൾ അതെല്ലാം ആമേൻ ഏപ്രിൽ 11 ചേർന്ന് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ നന്മ ചേർന്ന് വരാൻ പോകുകയാ. യെസ്, നിങ്ങളുടെ തലമുറയുടെ നന്മകൾ ചേർന്ന് വരാൻ പോകുകയാ. കാരമടിച്ച് ആമേൻ പറയണം. യെസ്, ചേർന്ന് വരും. ഇപ്പോൾ ആത്മാവിൽ ഈ ദൂതേറ്റെടുത്തോ. നിന്റെ നന്മ ചേർന്ന് വരാൻ പോകുകയാ. ചതറിക്കിടക്കുന്ന നിന്റെ നന്മ അത് വെളിപ്പെട്ടു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ശത്രു അടച്ചു വെച്ചതാ, ശത്രു മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞതാ, ശത്രു രക്ഷപ്പെടത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധമെന്ന് പറയുക, നന്മ ചേർന്നു വരും. നിന്റെ മുമ്പിൽ ഒരു വാതിൽ ദൈവം തുറക്കുന്ന ഞാൻ കാണുക.
ശത്രു അടച്ചു കളഞ്ഞത്, ദുഷ്ടൻ അടച്ചു കളഞ്ഞത്, ഇപ്പോൾ അത് തുറക്കപ്പെടട്ടെ. ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കത്തക്ക നിലയിലോട്ട് ഇന്ന് രാവിലെ ഇറങ്ങിയാൽ നടക്കേണ്ടതെല്ലാം നടത്തപ്പെടും. യേശുവിൻ നാമത്തിൽ ചെതറിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോവാ കേട്ടോ. എൻ്റെ വലിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി പേര് പറഞ്ഞതാണ്. പക്ഷേ ഇന്നത് മുഴുവൻ കാണാൻ കഴിയാതെ കിടക്കുക. പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് പറയാം, നിൻ്റെ അനുഗ്രഹങ്ങൾ ചേർന്ന് വരാൻ പോകുകയാണ്, നന്മകൾ ചേർന്ന് വരാൻ പോകുകയാണ്, വിടുതൽ ചേർന്ന് വരാൻ പോകുകയാണ്. ഇനി ഒന്നും അകലെയല്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഇതെൻ്റെ ദൈവത്താൽ സംഭവിക്കപ്പെടും, ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആമേൻ പറഞ്ഞ് ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ആരാധിച്ച് അടകവേരി മടകരച്ചി അടകരച്ച രഗടരഗട രിഗടരഗട 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 ലഗടനഗട നിഗടനഗട രിഗടരഗട 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 ശമനമനഗ രഗടരഗട രഗടനഗട രഗടഗട ജഗടഗട ജഗടഗട ജഗടഗട. ആത്മാവിന്റെ തീ കത്തുക, ആത്മാവിന്റെ തീ കത്തുക, ആത്മാവിന്റെ തീ കത്തുകയാ. ഇപ്പോൾ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ ചർച്ചിന്റെ മേല് അനുഗ്രഹങ്ങളുടെ വർഷങ്ങള് ദൈവം ചൊരിയാൻ പോകുകയാണ്. നന്മയുടെ വർഷങ്ങള് ദൈവം ചൊരിയാൻ പോകുകയോ. നമ്മുടെ വാക്യത്തിലേക്ക് നമ്മൾ ഓടിയൊന്നു വരികയാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം പറഞ്ഞാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരണമെങ്കിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. വിശുദ്ധ വചനത്തിനകത്ത് ഒരുപാട് കാത്തിരിപ്പുകളെക്കുറിച്ച് ദൈവവചനത്തിലുണ്ട്. വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ച് വചനത്തിനകത്ത് പ്രവചന പുസ്തകങ്ങളിൽ നന്നായി കൈകാര്യം ചെയ്യുന്നു. വചനം ഇങ്ങനെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ഉറക്കെ പറ, ശക്തിയെ പുതുക്കും. സ്തോത്രം. ഇന്ന് വരെ പ്രാപിച്ച ശക്തി പോരെന്ന്, ഒരു പുതുക്കം നിങ്ങളുടെ ശക്തിയുടെ മേൽ വ്യാപരിക്കണമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളിൽ ഒരു ശക്തിയുടെ പുതുക്കം ഉണ്ടാകാൻ പോകുകയാ. ആമേൻ ആമേൻ ആമേൻ. ഞാൻ കാണുകയാ ചിലരുടെ മേൽ ശക്തിയുടെ മേൽ ഒരു പുതുക്കം വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ട്, അവര് മാത്രം കരമടിച്ച് ആമേൻ പറഞ്ഞിട്ട് പറയണം, എൻ്റെ മേൽ ദൈവശക്തിയുടെ കർത്താവ് ഇന്ന് ചിലരെ തൊടും കേട്ടോ. ഇന്നത്തെ മീറ്റിംഗിൽ ചിലരെ കർത്താവ് തൊടും. ഇന്നലകളിൽ ശക്തിയോടെ ആരാധിച്ച ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. മണിക്കൂറുകൾ ആരാധിച്ചവരുണ്ട്, വീണ് കിടന്ന് ആരാധിച്ചവരുണ്ട്, തുള്ളിച്ചാടി ആരാധിച്ചവരുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിങ്ങളിൽ വ്യാപരിക്കപ്പെട്ടിരുന്ന ദൈവശക്തിയെ ചുരുക്കിക്കളഞ്ഞ് ഒരഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ലൈഫിനെ ശത്രു കൊണ്ടുവന്നിട്ടെങ്കിൽ ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ അത് അഴിയുന്നത് ഞാൻ കാണുകയാ. അഴിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു പറഞ്ഞ് അഴിയാനുള്ളതിനെ ദൈവം അഴിക്കാൻ പോകുകയാ. കരമടിച്ച് ദൈവത്തിന്റെ തീ ഇതിനകത്ത് ഇറങ്ങുന്ന എനിക്കറിയാം. ഞാൻ ആത്മാവിൽ കാണുക ഒരു വലിയ ദൈവത്തിന്റെ മാൻഡില് ദൈവത്തിന്റെ തീ ഇതിനകത്തേക്ക് വീഴുകയാ. പ്രാപിച്ചേ ശക്തിയോടെ പ്രാപിക്കേ, ശക്തിയോടെ. Come on, let's receive. ഒരു തീ ഇതിനകത്ത് കത്തുക, ഒരു തീ ചിലതിന്റെ മേൽ വീഴുക, ഒരു തീ ചിലതിന്റെ മേൽ വീഴുക. സ്വർഗത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീ കഷണം എടുച്ചുകൊണ്ട് യെശയ്യാവിന്റെ നാവിന്റെ മേൽ വെച്ച പോലെ ഇന്ന് രാവിലെ ഇപ്പോൾ ആ തീ ചിലരിൽ നഷ്ടപ്പെട്ടു പോയ ഒരു അഭിഷേകം തിരിച്ചു പിടിക്കുക. യെസ് സിസ്റ്റർ, നിന്റെ മേലെ അത് കത്തട്ടെ. നിന്റെ ശരീരത്തിന്റെ മേലെ അത് കത്തട്ടെ, നിന്റെ ആത്മാവിന്റെ മേൽ കത്തട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ ദേഹിയുടെ മേൽ, ദേഹത്തിന്റെ മേൽ, പ്രാണന്റെ മേൽ
ശത്രുവിന് അഭിഷേകമുള്ളവനെ പേടിയാണ്, ശത്രുവിനെ ആരാധിക്കുന്നവനെ പേടിയാട്ടോ. നല്ലൊരു ആമേൻ പറഞ്ഞേ. ആരാധിക്കുകയും നിയോഗവും അഭിഷേകവും ഉള്ളവനെ കണ്ടാൽ അവൻ വിറയ്ക്കുമെന്ന് രാവിലെ. ആമേൻ. നിങ്ങൾ ശത്രുവിനെ കണ്ടാണോ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ കാര്യമില്ല. പക്ഷെ നിങ്ങളെ കണ്ട് പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കണം ഇന്ന് രാവിലെ. അഭിഷേകമുള്ള പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് അർദ്ധരാത്രിയിൽ കരമടിക്കാനുള്ള നിയോഗങ്ങളിൽ അവർക്ക് കരമടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കരം ചങ്ങലയിൽ കിടക്കുകയാണ്, കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോ ഇന്ന് രാവിലെ. പക്ഷേ അവരുടെ ആധരം തുറന്നു. ഞാൻ ആത്മാവിൽ പറയാ, നിന്റെ ആധരം തുറന്നാൽ ആമേൻ, ഇളകാനുള്ള അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവരുണ്ട്, അവര് മാത്രം കരമടിച്ചൊന്ന് സ്വീകരിച്ചു വെച്ച് പറഞ്ഞേ. കത്തട്ടെ. അഭിഷേകത്തിന്റെ കത്തലുണ്ടാകുക, ദൈവകൃപയുടെ കത്തലുണ്ടാകുക. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ച് വിടുവിപ്പാൻ കഴിയാതെ യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. നിന്നെ രക്ഷിക്കേണ്ടതിന് ദൈവം ഇറങ്ങാൻ പോകുകയാ. നിന്നെ ബന്ധിച്ച ഇരുട്ടറകളെ നോക്കിയിട്ട് ആത്മാവിൽ പറ, ഇന്ന് എന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ഈ വ്യാപരിക്കുന്ന അഭിഷേകത്തിനെ ഞാനൊരു കാര്യം പറയാം, നിയോഗമുള്ളവരെ അധിക സമയമൊന്നും ശത്രുവിനെ അടച്ചു വെക്കാൻ പറ്റുകയില്ല. മനസ്സിലായിക്കോ? ഇന്ന് രാവിലെ കുറച്ചു നേരമൊക്കെ നിന്നെ ഹോൾഡ് ചെയ്യാം, കുറച്ചു നേരമൊക്കെ നിങ്ങളുടെ വാതിലിനെ അടയ്ക്കാം. ഹലോ, സ്വതന്ത്രം പറഞ്ഞേ. എന്നാൽ അഭിഷേകം ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ അടിയാൻ തുടങ്ങും. നിങ്ങൾക്കെതിരെ വെച്ച മുഖങ്ങൾ പൊട്ടാൻ തുടങ്ങും. ഇപ്പോൾ ഞാനത് കാണുക. ചിലതിനെ വർഷങ്ങളായി ബന്ധിച്ചത് ഇപ്പോൾ അത് അഴിയുന്നത് ഞാൻ കാണുക. ചിലതിൻ്റെ ഫിനാൻസിനെയാ ബന്ധിച്ചത്, ആത്മാവി പ്രാർത്ഥിച്ചോ, നന്മയെ ബന്ധിച്ചതാ. ആട് ഇന്ന് രാവിലെ അഴിയണമാണ്, ഇന്ന് രാവിലെ പൊട്ടണം. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇന്ന് രാവിലെ ഉണ്ടാകും. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്താൻ പോവാ. നാളുകളായിട്ട് നിന്റെ കരത്തിൽ നന്മ വരുന്നുണ്ടെങ്കിലും അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതു വഴി പോകുന്നെന്ന് നിനക്ക് പോലും അറിയില്ല. ഒന്നൊന്നായിട്ട് നഷ്ടങ്ങളാ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, സഭയുടെ മേൽ ഫിനാൻഷ്യൽ ഓവർഫ്ലോയെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. വേണ്ടവർ ഇന്ന് രാവിലെ പ്രാപിച്ചോണം. വേണ്ടവര് യെസ്. കത്തട്ടെ. 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ ആരാധിച്ചേ. 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ ആരാധിച്ചേ. 1-2 മിനിറ്റുകൾ കരങ്ങൾ അടിച്ചൊന്ന് ആരാധിച്ചേ. ദൈവത്തിന്റെ ആത്മാവിന്റെ കരസ്പർശനം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടാരങ്ങളെ തൊടട്ടെ. ഒരു അഭിഷേകത്തിന്റെ മൂവിലേക്ക് കർത്താവ് കൊണ്ടുവരിക. ദൈവകൃപയുടെ മൂവിലേക്ക് പരിശുദ്ധ ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കുറയ്ക്കുമ്പോൾ നിർത്തുമ്പോൾ ആരാധന കുറയ്ക്കല്ലേ. കീബോർഡിന്റെ ശബ്ദം നിൽക്കുമ്പോൾ ആരാധന കുറയ്ക്കല്ലേ. ആത്മാവിൽ ഇന്ന് രാവിലെ കത്തിപ്പിടിക്കണം. ഒന്നൊന്നിലേക്ക് തീ കത്തണം ഇന്ന് രാവിലെ. അതിനുവേണ്ടിയ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ അയച്ചെന്ന് എനിക്കറിയാം. കർത്താവ് എന്നോട് പറയാ, തണുത്തുപോയ ചില ആത്മീയ മേഖലയിൽ ഇന്ന് രാവിലെ ചൂട് പിടിക്കാൻ പോകുകയാ. തണുത്തുപോയ ആത്മീയ മേഖലയിൽ ആത്മാവിന്റെ ചൂട് ഇന്ന് രാവിലെ. തൊടുക. സ്പർശനങ്ങൾ ഉണ്ടാകുന്നവർ അടങ്ങിയിരിക്കേണ്ട. ദൈവത്തിന് നിന്നോടൊരു ഫേവറുണ്ട്.
ദൈവത്തിന് നിന്നോടൊരു ഫേവറുണ്ട്. ദൈവത്തിന് നിന്നോടൊരു താല്പര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടൊരാഗ്രഹമുണ്ട്. അത് നീ എഴുന്നേറ്റ് വരണമെന്നുള്ളതാ, പുറത്തു വരണമെന്നുള്ളതാ, നന്മ കാണണമെന്നുള്ളതാ. യേശു കർത്താവിൻ്റെ ആഗ്രഹം, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാര് തകർന്ന് ജീവിക്കാനല്ല, ജയിച്ചു ജീവിക്കാൻ. ജയിച്ചു ജീവിക്കാൻ. ആരാ ജയിക്കണ്ടേ? അഭിഷേകമുള്ളവൻ ജയിക്കണം, ദൈവസാന്നിധ്യമുള്ളവൻ ജയിക്കണം, ദൈവകൃപയുള്ളവൻ ജയിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ ജയിക്കണം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി തുടരുന്നവൻ ജയിക്കണം. ആമേൻ പറയുന്നുണ്ടേ? ആമേൻ പറഞ്ഞോണം. കർത്താവ് എന്നോട് ആ പദം തന്നെ ആവർത്തിച്ച് പറയാൻ പറയും. നിന്നെ ജയിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നിന്നെ തോൽപ്പിച്ച ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ഇന്ന് രാവിലെ അഴിഞ്ഞു പോകും, അഴിഞ്ഞു പോകും, അഴിഞ്ഞു പോകും. നിന്നെ നാളുകളായി തകർത്തു കളഞ്ഞ ഇരുട്ടിൻ്റെ ശക്തികൾ അഴിഞ്ഞു പോകുക. നാളുകളായി നിനക്കെതിരെ പോരാടിയ ബന്ധനങ്ങൾ അഴിയാൻ പോകുക. കരങ്ങൾ അടിച്ചോന്ന്, ആരടിച്ചേ? കരമടിച്ചോന്ന്. അമ്മേ, പ്രാപിച്ചെടുക്കേണ്ടുന്ന പല നന്മകളെയും സ്വീകരിക്കപ്പെടേണ്ടുന്ന പല അനുഗ്രഹങ്ങളെയും തകർത്ത് കളഞ്ഞ അന്തരീക്ഷങ്ങൾ ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോകാൻ പോവാ. അഴിവത് പ്രാപിക്കേണ്ടുന്ന നന്മ നിന്റെ വീട്ടിലോട്ട് കയറി വരാൻ പോവാ. നിന്നെ വഴിയാധാരമാക്കിയ ചില നുഖങ്ങൾ ഇന്ന് രാവിലെ അഴിയാൻ പോകുകയാ. നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് വർഷങ്ങളായി നിന്റെ തലമുറയോട് പോരാടിയത് യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതിനകത്ത് ആമേൻ സംഭവിക്കട്ടെ. മാനിഫെസ്റ്റ് ചെയ്യുകയാ. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് പറയുക, അത് വെളിപ്പെടാൻ പോകുകയാ. നിന്നോട് പോരാടിക്കൊണ്ടിരുന്ന ശക്തിയെ യേശുവിൻ നാമത്തിൽ നീ എടുത്തു കളഞ്ഞേച്ച് ഒരു അഭിഷേകത്തിൻ്റെ നിറവ്. ശത്രുവിൻ്റെ ആഗ്രഹം നീ ശക്തിപ്പെടരുതെന്ന. കാരണം അവനറിയാം നീ ശക്തിപ്പെട്ടാൽ നിന്റെ ആതിരുകൾ മാറുമെന്ന്. വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തേച്ച് പറയാം, നിങ്ങളുടെ ആതിര് അങ്ങോട്ട് മാറാൻ പോവാന്ന് പറ. എന്തിനാ പരിശുദ്ധാത്മ ശക്തി നിങ്ങളിലേക്ക് വെളിപ്പെടുന്നത്? ഒറ്റ ദൂത് പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാൻ പോകും. ആ ദൂതിനകത്ത് ആത്മാവിൻ്റെ കത്തലുണ്ടാകും. എനിക്കറിയാം ഈ പ്രസംഗം ആശീർവാദം പറയുന്നതിന് മുമ്പേ ചിലരെ കർത്താവ് തൊടാൻ വേണ്ടി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഈ തലമുറയിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയോടെ പുറത്തു വരും. ഇന്ന് നിങ്ങൾക്ക് വലിയ വിലയൊന്നും ആരും തരുന്നില്ലായിരിക്കാം, പക്ഷേ ആത്മാവിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കപ്പെടുമ്പോൾ നിനക്ക് വില തരാതിരുന്ന സകലരും വില തരത്തക്കവണ്ണം കരങ്ങൾ തട്ടി കരങ്ങൾ തട്ടി ആത്മാവിൽ ആരാടിച്ച് കയറിക്കേ. കത്തട്ടെ 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 കത്തട്ടെ. ഓ, അഭിഷേകത്തിൽ കത്തട്ടെ, ദൈവകൃപ കത്തട്ടെ. കരങ്ങൾ അടിച്ച് ശക്തിയോടെയൊന്ന് ഒരു അമിത ബലത്തിലേക്ക് ആമേൻ ജനമൊന്ന് കയറട്ടെ. അമിത കൃപയിലേക്ക് ജനമൊന്ന് കയറട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഈ ചർച്ചിലെ ഒരു തലമുറയെപ്പോലും വിടാതെ ദൈവം ഇന്ന് രാവിലെ ഒരു അഭിഷേകത്തെ കൈമാറുന്നുണ്ട്, ഒരു അധികാരത്തെ കൈമാറുന്നുണ്ട്, ഒരു ദൈവകൃപയെ കൈമാറുന്നുണ്ട്. ഈ തലമുറ ദൈവപ്രവൃത്തി കാണാൻ പോകുക. ഈ തലമുറ അടയാളങ്ങളെ കാണാൻ പോകുക. ഈ തലമുറ വീര്യപ്രവർത്തികളെ കമാൻ. ജീവിത മേഖലകളിൽ തകർത്ത് കളയാൻ നിൽക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ നോക്കിയിട്ട് പറയണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. യേശുവിൻ്റെ മരണശേഷം ശിഷ്യഗണങ്ങൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഞങ്ങൾ ഒതുങ്ങിപ്പോകും, ഇവിടം കൊണ്ട് ഞങ്ങൾ അവസാനിക്കും.
ഒരു വല്ലാത്ത ഭയം അവരുടെ അന്തരീക്ഷത്തിനകത്തേക്ക് കയറി വന്നു. അവരുടെ ഭാവി എന്താണെന്ന് അവർക്കറിയാത്ത നിലകളിലേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തിയല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഉയരത്തിലെ ദൈവമാണ്. നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, ആശങ്കപ്പെട്ടിരിക്കുന്ന, തകർന്നിരിക്കുന്ന, പേടിച്ചിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുക, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. നിന്റെ ഭാവി മനുഷ്യനല്ല തീരുമാനിക്കുന്നേ. നിന്റെ ഭാവി ദൈവം തീരുമാനിക്കാൻ പോകുക. നിന്റെ വഴി ഇന്നലെ വരെ പ്രശ്നം വരുമ്പം പരിഹരിക്കാൻ യേശു കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ പ്രതിസന്ധി വരുമ്പോൾ ഇടപെടാൻ യേശു കൂടെ ഉണ്ടായിരുന്നു. ഏത് സംഘർഷങ്ങളെയും മറികടക്കാൻ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഗെത്സമനെ തോട്ടത്തിനകത്തെ പടയാളികളുടെ കാതറുത്തിടുമ്പോഴും പത്രോസേ, ആമേൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ പേരിൽ ഒരു FIR ഇട്ട് കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തി നിന്നെയും ശിക്ഷിക്കേണ്ടതാ. പക്ഷെ വീണുപോയ കാതിനെ എടുത്ത് തിരിച്ചതേ സ്ഥാനത്ത് വെച്ച് നിന്നെ രക്ഷിച്ചൊരു ദൈവത്തിൻ്റെ കൃപ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാ. അന്ന് നീ നേരിട്ട പ്രശ്നങ്ങളിൽ ജയിക്കുവാൻ യേശു കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, ഇന്ന് നീ നേരിടുന്ന വിഷയങ്ങളെ മറികടക്കണമെങ്കിൽ, നാളെ വരാൻ പോകുന്ന പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ നിന്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വേണം, ആത്മാവിൻ്റെ ബലം വേണം. ഇന്ന് രാവിലെ ഞാൻ പറയാം, ഏപ്രിൽ 12 നീ എഴുന്നേൽക്കണമെങ്കിൽ ഒരു ദൈവശക്തി വ്യാപരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഏപ്രിൽ 12 പൈശാചിക മണ്ഡലങ്ങൾ അഴിയണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കണം. കത്തട്ടെ, 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 കത്തട്ടെ. അഭിഷേകത്തിൽ കത്തട്ടെ. വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം. കരങ്ങൾ അടിച്ചൊന്ന് സ്വീകരിച്ചേ, കരങ്ങൾ അടിച്ചൊന്ന് സ്വീകരിച്ചേ, അഭിഷേകത്തോടെ ഒന്ന് സ്വീകരിച്ച് കരമടിച്ച് കരമടിച്ച് അടുത്തിരിക്കുന്ന ആരെ നോക്കരുത്. ആത്മാവിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് പറയുകയാണ്, നാളെ നിനക്ക് ജയിക്കണമെങ്കിൽ ഇന്നു പകൽ ഒരു ആത്മശക്തി നിന്റെ മേൽ വെളിപ്പെടണമെന്ന്. നാളെ നിനക്ക് ജയിക്കണമെങ്കിൽ ഇന്നൊരു ദൈവകൃപ നിന്റെ മേൽ വീഴണമെന്ന്. ഇന്നൊരു ദൈവശക്തി. ദൈവശക്തി പ്രാപിക്കാതെ നാളെ ജയിക്കാൻ പറ്റുകയില്ല. ശത്രു പറഞ്ഞൊറ്റ കാര്യത, ആമേൻ, ആ വചനത്തോടു കൂടെ നിങ്ങൾ പറഞ്ഞേ, ഇന്ന് രാവിലെ ഒരു വിടുതലുണ്ട്. യെരൂശലേമിൽ നിങ്ങൾ കൂടിയിരിക്കുന്ന മാളിക മുറിയിൽ നീ ഒതുക്കപ്പെടുവെന്ന. പക്ഷെ സ്വർഗം പറഞ്ഞു, എപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നോ അവിടെ നിന്റെ അതിരുകൾക്ക് ദൈവം മാറ്റം തരാൻ പോകുകയാ. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. When Holy Spirit will come in you, എപ്പോൾ നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബൗണ്ടറികളെ വ്യതിയാനപ്പെടുത്താൻ പോകുകയാണ്. ഇന്നൊരാത്മശക്തി വന്നാൽ നിന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ നിന്റെ അതിരുകളെ ദൈവം മാറ്റാൻ പോകുകയാ. അത് വേണ്ടവർ ഇന്ന് രാവിലെ സ്വീകരിച്ചോണം. അത് പ്രാപിക്കാനുള്ള കർത്താവ് എന്നോട് പറഞ്ഞു, 7 പേരുടെ മേലെ ഇന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ഒരാത്മശക്തി വ്യാപരിക്കുന്ന എനിക്കറിയാം. ആമേൻ. പ്രാപിക്കാനുള്ളവർ കരമടിച്ച് ആദരങ്ങളെ തുറന്ന് എത്രത്തോളം ശബ്ദമുണ്ടോ അത്രത്തോളം ശബ്ദത്തെ ഉയർത്തി, എത്രത്തോളം കൈയടിക്കാൻ പറ്റുമോ അത്രത്തോളം എല്ലാ ലിമിറ്റേഷനുകളെയും പൊട്ടിച്ചു കളഞ്ഞേച്ച്, എല്ലാ അതിർവരമ്പുകളെയും പൊട്ടിച്ചു കളഞ്ഞേച്ച്, കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ.
ലാൻഡൽ പ്രബനകജലഘടകസി. ഇവിടെ വരെ മതിയെന്ന് ശത്രു പറഞ്ഞെടുത്തു നിന്ന്, ഇതിനപ്പുറം നീ കടക്കത്തില്ലെന്ന് പൈശാചിക മണ്ഡലങ്ങൾ നിന്നോട് വാദിച്ചെടുത്തു നിന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് ഇന്ന് രാവിലെ പറയുക, നീ നിന്റെ പ്രതികൂലത്തെ മറികടക്കാൻ പോവാ. അതിനുവേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു. നിന്റെ മുൻപിൽ വഴി അടച്ചു വച്ചത്, നീ രക്ഷപ്പെടാതിരിക്കാൻ ബന്ധിച്ചത്, നിന്റെ ശുശ്രൂഷയിൽ അടുത്തൊരു പടിയിലേക്ക് കയറാനവണ്ണം, ഓ ഹോ 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 ഹോ, കർത്താവ് തൊടുന്ന എനിക്കറിയാം. കർത്താവ് തൊടുക ഇന്ന്. നീ ഇവിടെ വരെ മതിയെന്നേ, നിന്റെ നന്മ ഇവിടെ വരെ മതിയെന്ന് പറഞ്ഞത്, നീ രക്ഷപ്പെടരുതെന്ന് പറഞ്ഞത്, നീ ഗതി പിടിക്കരുതെന്ന് പറഞ്ഞത്, നീ നന്മ കാണരുതെന്ന് പറഞ്ഞത്, ഇന്ന് രാവിലെ അത് അഴിയാൻ പോകാന്നാ പറഞ്ഞത്. പ്രാപിക്കാനുള്ളവര് പ്രാപിച്ചോ, വേണ്ടവര് സ്വീകരിച്ചോ ഇന്ന് രാവിലെ. ദൈവശക്തി വ്യാപരിച്ച യെരൂശലേമിൽ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ആമേൻ പറഞ്ഞു. ഒരു മാളിക മുറി നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഒരു കെട്ടിടത്തിനകത്ത് നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ദൈവശക്തി പ്രാപിച്ചാൽ അടുത്ത ദിവസത്തെ നിന്റെ പ്രസംഗത്തിൽ 3000 പേര് കയറി വരും. വചനം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പത്രോസേ മാളിക മുറി 120 ഉള്ളൂ. പക്ഷെ പ്രാപിച്ചെടുത്ത ദൈവശക്തിയുമായിട്ടിറങ്ങിയാൽ യെരൂശലേമിന്റെ തെരുവിൽ 3000 പേർ ഒന്നിച്ചുകൂടും. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാവിലെ ഈ നെയ്യാറ്റിങ്കരെ ചലിപ്പിക്കാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ ഓലത്താനിയെ ചലിപ്പിക്കാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഇവിടെ ഒത്തിരി വർഷിപ്പ് സെന്ററുകളുണ്ട്, ഇവിടെ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് നിന്നിലൂടെ വെളിപ്പെടുവെന്നാണ് ഞാൻ പറയുന്നേ. നിന്നിലൂടെ വെളിപ്പെടുവെന്നാണ് ഞാൻ പറയുന്നേ. ഇവിടെ ഒത്തിരി ചർച്ചിൽ പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, അവരിലൊന്നും വെളിപ്പെടാത്തത് നിന്നിലൂടെ വെളിപ്പെടുവെന്ന്. കമോൺ കമോൺ, സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കരുത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ പ്രതികരിച്ചു. കരങ്ങൾ അടിച്ച് ഈ മുൻനിര മുതൽ ഒരു ആത്മശക്തി വ്യാപരിക്കുക. ഈ മുൻനിര മുതൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുക. ചില കെട്ടുകൾ ഇപ്പോൾ തന്നെ പൊട്ടുന്നതും ആമേൻ ജനം വിടുതൽ പ്രാപിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ഈ പറഞ്ഞ ദൂതിനോട് സമസ്യപ്പെടാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, പറഞ്ഞ ദൂതിനോട് അടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, പറഞ്ഞ ആലോചന എന്നോടാന്ന് ഏറ്റെടുക്കാൻ ഒക്കുന്നവരുണ്ടെങ്കിൽ അവരടങ്ങിയിരിക്കല്ലേ. ചില നിമിഷങ്ങൾ പ്രാപിച്ചെടുത്ത ദൈവശക്തിയോടെ ആത്മാവി പ്രതികരിക്കേ. അകത്തൊരു വർദ്ധിത വീര്യമായൊരു ദൈവകൃപയുണ്ടോ? അകത്തൊരാത്മതലം ഉണ്ടോ? നിന്റെ ജീവിതചക്രത്തിന് ദൈവം മാറ്റം തരാൻ പോവാ. ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറ. നിന്റെ ജീവചക്രത്തിന് ദൈവം ഒരു മാറ്റം തരാൻ പോവാ. നിന്റെ ലൈഫിനകത്ത് പൈശാചിക മണ്ഡലങ്ങൾ ഇതുവരെ കയറി നിന്നേച്ച്, എടാ ഇത്രത്തോളം മതി, ഇതിനപ്പുറത്ത് നീ കയറരുത്, നിന്റെ യാത്രികൾ ഇതിനപ്പുറത്താകരുത്. കമോൺ, ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ഇന്ന് രാവിലെ അതിനെ പൊളിച്ചോണ്ട് നീ പുറത്തു വരും. ആത്മാവിന്റെ തീ കത്തുക. ഓ കത്തട്ടെ. അഭിഷേകത്തിൽ കത്തുക, പ്രാർത്ഥന കത്തുക.
കരങ്ങളടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ദൈവകൃപ പ്രാപിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാപിച്ച് ഇപ്പോൾ ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ആമേൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ അതിര് മാറണം, നിന്റെ നന്മയ്ക്ക് മാറ്റം ഉണ്ടാകണം. ഈ ചർച്ചിൻ്റെ അതിര് മാറണം, ഇവിടുത്തെ ശുശ്രൂഷകൻ്റെ അതിര് മാറണം, ഇവിടെ ഇന്ന് വന്നവരുടെ അതിര് മാറണം. ബ്രദറെ, നിന്റെ അതിര് ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ബ്രദറെ, നിന്റെ അതിര് ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. നീ പിടിക്കാനുള്ളത് ഇന്ന് രാവിലെ പിടിച്ചോണം കേട്ടോ. നിനക്ക് ശത്രു ഒരു അതിര് വെച്ചിട്ടുണ്ട്, ഇവിടെ വരെ മടിയെണ്ണ. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ ഏപ്രിൽ 11 അത് വീഴുക. നിന്റെ തലമേൽ ഒരു ദൈവ സാന്നിധ്യം വീഴുക. നിന്റെ അതരത്തിന്റെ മേൽ ആത്മാവിന്റെ കത്തൽ. നിന്നെ ഒതുക്കിക്കളഞ്ഞ പോരുകൾ ഇന്ന് രാവിലെ അഴിയും. നിന്നെ ഒതുക്കിക്കളഞ്ഞ നുഖങ്ങൾ ഇന്ന് രാവിലെ അഴിയും. നിന്നോട് എതിരിട്ട ശക്തികൾ ഇന്ന് രാവിലെ പൊട്ടിമാറും. കരമടിച്ചൊന്ന് ആത്മാവിൽ ആരാടിച്ചേ, ശക്തിയോടെ ആരാടിച്ചേ, ശക്തിയോടെ ആരെ നോക്കാതെ ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ആരാടിക്ക്. ഒരു വലിയ ദൈവ ശക്തി. യെരൂശലേമിൽ പലതിൻ്റെ പരിധി നിശ്ചയിച്ചതാ. യെരൂശലേമിൽ ഇതിനപ്പുറത്ത് നീ പോകരുത്, ഇതിന് അപ്പുറത്തൊരു നന്മ നീ പ്രാപിക്കരുത്, ഇതിനപ്പുറത്തൊരു അനുഗ്രഹത്തിലേക്ക് നീ കയറരുത്. പരിധി നിശ്ചയിച്ച യെരൂശലേമിനോട് പറയാനുള്ളത്, യെരൂശലേമേ, നിങ്ങൾക്ക് നിയോഗം പ്രാപിച്ചവൻ്റെ അതിരുകളെ നിശ്ചയിക്കാൻ കഴിയില്ല. അവൻ്റെ കാല് അടുത്ത അതിരിലോട്ട് അവൻ വിശ്വാസത്താൽ ചവിട്ടും. അത് യഹൂദ്യയുടെ പട്ടണങ്ങളെ പിടിച്ചടക്കും. ആമേൻ പറഞ്ഞാട്ടെ. ചില പട്ടണങ്ങളെ നീ പിടിച്ചടക്കാൻ പോകുകയാ. പട്ടണങ്ങളെ നീ പിടിച്ചടക്കാൻ പോകുകയാ. ദേശങ്ങളെ നീ പിടിച്ചടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യഹൂദിയ പട്ടണങ്ങളെ നോക്കിയിട്ട് പറയും, യഹൂദയിലും ഒതുക്കാൻ കഴിയില്ല. ജാതികളുടെ ശമര്യകളെ കീഴടക്കാൻ ഒരു അഭിഷേക. വിശ്വസിക്കുന്നവരുണ്ട്, അവരെ കരമടിച്ചൊന്ന് ആമേൻ പറഞ്ഞിട്ട് പറ, ജാതികളുടെ ശമര്യയെ. ആമേൻ. ജാതികളുടെ ശമരിയെ കീഴടക്കാൻ പോവാ. ജാതികളുടെ ശമരിയെ ഒതുക്കാൻ പോവാ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ജാതികളുടെ ശമരിയ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കീഴടങ്ങും. ഒരു പറ്റം യൗവനക്കാര് കയറി വരുമെന്ന് ദൈവാത്മാവ് പറയാ. ഒരു പറ്റം യൗവനക്കാര് ഈ ചർച്ചിനകത്ത് കയറി വരാൻ പോവാ. അഭിഷേകം പ്രാപിക്കാൻ പോവാ. ദൈവശക്തി പ്രാപിക്കാൻ പോവുക. യവനക്കാരെ തടഞ്ഞ പൈശാചിക മണ്ഡലങ്ങൾ തോക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. പരാജയപ്പെടുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് പ്രാർത്ഥിക്കാനുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ഒരു നിമിഷം വിശ്വസിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഈ പ്രാർത്ഥനയിൽ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടാൻ പോവാ. മുന്നോട്ട് വരാൻ പറ്റുന്നവരൊന്ന് മുന്നോട്ട് കയറി വാ. ദൈവശക്തി നിങ്ങളെ സ്പർശിക്കാൻ പോവാ. മുന്നോട്ട് വരാൻ പറ്റുന്നവർ മുന്നോട്ട് പോരെ. ഒരു സ്വർഗീയ തീ ഇന്ന് രാവിലെ ഇറങ്ങും. ആത്മാവിന്റെ കത്തൽ ഇന്ന് രാവിലെ ഇറങ്ങും. ആദിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ, 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 ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ,
അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ. ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ. ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതാ വേറെന്തുള്ളൂ? ഇതിലും വലുതാ വേറെന്തുള്ളൂ? ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച്, ആ കരങ്ങളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് മലർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞ്, അല്പം കൂടി ആഴമായ ദൈവ സാന്നിധ്യം എൻ്റെ മേലൊന്ന് വീഴണമെന്ന്. അല്പം കൂടി ആഴമായ ദൈവശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കണം. അല്പം കൂടി ആഴമായ ദൈവകൃപ എൻ്റെ മേലൊന്ന് ചലിക്കണമേ.